ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ തോട്ട് ഓഫ് ദ ഡേ ഇതാണ്: പുഷ് യുവർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു. അതായത് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരാൻ നമ്മൾ തന്നെ ശ്രമിക്കുക, മുന്നേറാൻ നമ്മൾ തന്നെ ശ്രമിക്കുക. നമുക്കാണ് സക്സസ് വേണ്ടത്, മറ്റൊരാൾക്കല്ല. എല്ലാ ആവശ്യകതയും നമ്മൾ ചെയ്യുന്നത് നമുക്കാണ് ഫലം വരേണ്ടത്. മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരാൾക്ക് ചെയ്തു തരുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും മുന്നിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇന്നത്തെ ടോപ്പിക് ഇത്ര ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ബാക്കി നോക്കത്തുള്ളൂ. ഓരോ ദിവസവും എനിക്കിത് വേണം, എനിക്ക് ഈ ജോലി വേണം, എനിക്ക് പൊസിഷൻ വേണം, എല്ലാ രീതിയിലും സെറ്റ് ആവാൻ എനിക്കിത് തന്നെ വേണം എന്ന് നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുക. നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുന്നതിന് മറ്റൊരാൾ നമുക്ക് തരുന്നതിനേക്കാളും എഫക്റ്റ് ആണ് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മുന്നിൽ മുന്നിൽ വരണം തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. മറ്റൊരാൾ പുഷ് ചെയ്യണം എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ പാടില്ല. അവര് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ ചെയ്തു തരുന്നതും നമുക്ക് ചിലപ്പോൾ അതൊരു മോട്ടിവേഷൻ ചിലപ്പോൾ തോന്നാൻ ചാൻസസ് കുറവാണ്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇന്ന് തോന്നാം, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ താഴ്ന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ശ്രമിക്കുക. നമ്മുടെ മൈൻഡിൽ തന്നെ അത് എപ്പോഴും ചിന്ത ഉണ്ടാക്കുക. അതാണ് ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 2023 CGL ടയർ 1 ചോദിച്ച ഹിസ്റ്ററി ലെവൽ ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: റിയോഡ് സിസ്റ്റം ഓഫ് റവന്യൂ കളക്ഷൻ ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് വാസ് ബേസ്ഡ് ഓൺ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ: സ്മിത്ത് തിയറി, മാർക്സ് തിയറി ഓഫ് റെന്റ്, മൽത്തൂസിയൻ തിയറി ഓഫ് റെന്റ് ആൻഡ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. എന്താണ് റിയോഡ് സിസ്റ്റം ഓഫ് റവന്യൂ എന്ന് പറയുന്നത്? അതായത് തോമസ് മൺറോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ആണിത്. തോമസ് മൺറോ 1820 കാലഘട്ടത്തിൽ മദ്രാസ് ഗവർണർ ആയിരുന്ന തോമസ് മൺറോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് റിയോഡ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ പെസൻസിനും കൾട്ടിവേറ്റേഴ്സിനും അവരാണ് ലാൻഡിന്റെ ഓണർ ആയിട്ട് റിഗാർഡ് ചെയ്യുന്നത്. അവർക്ക് സെല്ല് ചെയ്യാനും മോർട്ടേജ് ചെയ്യാനും ലാൻഡ് ഗിഫ്റ്റ് ചെയ്യാനും എല്ലാ ഓണർഷിപ്പും ഉണ്ട്. പെസൻസിന്റെ കയ്യിൽ നിന്ന് ഡയറക്ട്ലി ഈ ടാക്സസ് ഗവൺമെന്റ് കളക്ട് ചെയ്യും. അതാണ് റിവാർഡറി സിസ്റ്റം. ഈ ഒരു സിസ്റ്റം ഏതിന്റെ ഒരു ബേസിലാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് എന്ന് പറയുന്നത്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. റിക്കാർഡിയൻ തിയറി എന്ന് പറയുന്നത് റിക്കാർഡിയൻ എന്ന് പറയുന്നത് ഡേവിഡ് റിക്കാർഡിയോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്, ഇംഗ്ലണ്ടിലെ ഒരു എക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹമാണ് റെന്റിന് വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് തിയറി കൊണ്ടുവരുന്നത്, ഒരു മോഡേൺ കൺസെപ്റ്റ് അനുസരിച്ച്. അദ്ദേഹം പറയുന്നത് റെന്റ് എന്ന് പറയുന്നത് എർത്തിന്റെ ഒരു ഭാഗമാണ്. അത് ലാൻഡ് ലോഡിന് നമ്മൾ ഈ ഒരു സോയിൽ ഉണ്ടല്ലോ, ആ സോയിലിന് നമ്മൾ അതിന്റെ ഒറിജിനൽ പവർ അല്ലെ ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള അതിന്റെ പവർ യൂസ് ചെയ്യുന്നതിന് ലാൻഡ് ലോഡിന് നമ്മൾ കൊടുക്കുന്ന എർത്തിന്റെ ഒരു പോർഷൻ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ റെന്റ് എന്ന് പറയുന്നതെന്നാണ് റിക്കാർഡിയോ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം, അതായത് റിയോഡ് വാരി സിസ്റ്റം ഇതിനെ ബേസ് ചെയ്തതാണ്. കാരണം ഇവിടെ റെന്റ് എന്ന് പറയുന്ന ഒരു സർപ്ലസ് ഇൻകം ആണ്, ലാൻഡ് ഓണേഴ്സ് ഏൺ ചെയ്തെടുക്കുന്ന ഒരു സർപ്ലസ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം റിയോഡ് വാരി സിസ്റ്റത്തിൽ ഇൻഡിവിജ്വൽ ഫാമേഴ്സ് അല്ലെങ്കിൽ റിയോഡ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് പേയിങ് ലാൻഡ് റവന്യൂ ഗവൺമെന്റിന് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പം ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ്, റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്: ചോള അഡ്മിനിസ്ട്രേഷൻ ഡാഷ് വാസ് ദ അസംബ്ലി in the villages which were inhabited predominantly by the Brahmanas. ചോള അഡ്മിനിസ്ട്രേഷനിൽ ഡാഷ് വാസ് ദ അസംബ്ലി ഇൻ വില്ലേജസ്, അതായത് ബ്രാഹ്മണാസ് പ്രീഡോമിനന്റ്ലി ഇൻഹബിറ്റ് ചെയ്തിരിക്കുന്ന വില്ലേജസിലെ അസംബ്ലിനെ പറയുന്ന പേരാണ് സഭ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സഭ. ഇതൊരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഈ മെമ്പേഴ്സ് ഒക്കെ, ഈ സഭയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബ്രാഹ്മണാസ് ആണ്. അവര് വില്ലേജേഴ്സ് എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഊർ എന്ന് പറയുന്നത് എന്താ? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ചോള എംപയറിലെ. കില്യ മിലിറ്ററി യൂണിറ്റ് ആണ് ചോള ആർമിയിൽ, ഏകദേശം 100 സോൾജേഴ്സ് ഒക്കെ അടങ്ങുന്നത്. നഗരം ഒരു സിറ്റി അല്ലെങ്കിൽ ടൗണിന്
റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ചോള എംപയറിൽ തന്നെ സിറ്റിയെയും ടൗണിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നഗർ. സോ സഭയാണ് വിച്ച് വാസ് ഇൻഹെബിറ്റഡ് പ്രിഡോമിനന്റ്ലി ബൈ ദ ബ്രാഹ്മൺസ് എന്ന് പറയുന്നത്. സോ ഇതൊരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബ്രാഹ്മണാസ് ആയിരിക്കും, വിച്ച് വാസ് ഡയറക്ട്ലി elected by the villages ആണ്. ഇവരായിരിക്കും ടാക്സസ് കളക്ഷൻ, മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ വില്ലേജിന്റെ അകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സഭയാണ്. സോ ഇറ്റ് വാസ് അസംബ്ലി ഇൻ വില്ലേജസ് വിച്ച് വാസ് ഇൻഹാബിറ്റഡ് ബൈ ബ്രാഹ്മണസ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. The Vedic Aryans lived in the area called Sapta Sindhu, which means area drained by 7 rivers. One of the rivers among the 7 is Jhelum. What is its ancient name? So സപ്ത സിന്ധു പറഞ്ഞല്ലോ, 7 നദികൾ ചേരുന്നതാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത്. അതിൽ സിന്ധു എന്ന് പറയുന്ന നദി സരസ്വതി, അതുപോലെ തന്നെ ഈ സിന്ധു നദിയുടെ 5 ട്രൈബ്യൂട്ടറീസ് ജലം, ചിനാബ്, രവി, ബിയാസ്, സലേജ് ഇത്രയും ഉൾക്കൊള്ളുന്നതാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത്. സോ അതിലൊരു നദിയെ ജലം നദിയുടെ ancient name എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി വിതാസ്തയാണ് കറക്റ്റ് ആൻസർ. സോ റിവേഴ്സും അതിന്റെ ancient name വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. പരുഷിണി എന്ന് പറയുന്ന നദി രവി നദിയുടെ ancient name ആണ് രവി. അതുപോലെ അസ്കിനി ആണെങ്കിൽ ചിനാബ്. വിഭാസ നദി ബിയാസ്. സിന്ധു എന്ന് പറയുന്നത് ഇൻഡസ് നദിയുടെ ancient name ആണ് ഇൻഡസ്. ഇനി ഏത് നദിയാ? സത്ലജ് ആണ് ശതദ്രു. സോ നദികളുടെ ancient name വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഓഥർ ഓഫ് ദ പ്ലേ മൃശ്ചകടിക? മൃശ്ചകടിക അധികം അങ്ങനെ ഫേമസ് അല്ലാത്തൊരു ബുക്കാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു തവണ ചോദിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കണം. ഇത് എഴുതിയിരിക്കുന്നത് ശുദ്രകയാണ്. ശുദ്രക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ശുദ്രക. സോ അദ്ദേഹം ഈ ബുക്ക് എന്ന് പറയുന്നത് മൃശ്ചകടിക ഒരു സംസ്കൃത് പ്ലേ ആണ്. സംസ്കൃതത്തിൽ എഴുതിയ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പ്ലേ എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ മറ്റു ബുക്കുകളുടെ പേര് കൂടെ ഓർത്തിരിക്കണം. വിനവാസവ ദത്ത. വിനവാസവ ദത്ത മറ്റു വർക്സുകളാണ്. അതുപോലെ തന്നെ പത്മപ്രഭരീതക, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മറ്റു 2 ഫേമസ് ബുക്സുകളാണ്. ചിലപ്പോൾ ഇത് ചോദിക്കാം. സോ മറ്റു ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പം ഫസ്റ്റ് ഓപ്ഷൻ കാളിദാസ. കാളിദാസയുടെ ബുക്സ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മേഘദൂത, അതുപോലെ രഘുവംശ, കുമാരസംഭവ, മാളവിക അഗ്നിമിത്ര, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ്. നെക്സ്റ്റ് ഓപ്ഷൻ അമരസിംഹ. അമരസിംഹയുടെ ഫേമസ് ആയിട്ടുള്ള പോയമാണ് അമരഘോഷ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അമരഘോഷ. ഇനി ഭാസ എന്ന് പറയുന്ന റൈറ്റർ, അദ്ദേഹം ഒരു സംസ്കൃത് പ്ലേ റൈറ്റർ ആണ്. ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് സ്വപ്നവാസവദത്തം. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് സ്വപ്നവാസവദത്തം. അപ്പൊ ആ പേരൂടെ ഓർത്തിരിക്കണം. ശുദ്രകയുടെ നമ്മൾ പറഞ്ഞു, ബുക്സുകൾ പറഞ്ഞു. അതുപോലെ തന്നെ 3 ബുക്കുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ മൃശ്ചകടിക, അതുപോലെ വിനവവാസവദത്ത, പ്രഭരീതക. പിന്നെ അതുപോലെ തന്നെ ഒരു റൈറ്ററാണ് ജയദേവ എഴുതിയ ബുക്ക് പ്രധാനമായിട്ടൊരു എപ്പിക് പോയമാണ് ഗീതാ ഗോവിന്ദ. പിന്നെ കാളിദാസനെ നമ്മൾ പറഞ്ഞു. സോ ഈ 4 പേരുടെയും ബുക്കുകൾ മനസ്സിലാക്കിയിരിക്കണം. Who among the following was defeated in the Battle of Chanderi in 5028? 5028 Battle of Chanderi famous battle ആണ്. അതിൽ ആരാണ് ഡിഫീറ്റഡ് ആയെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് സിക്കന്ദർ ലോധി, മേദിനി റായ്, ശേഷാസൂരി ആൻഡ് ഓപ്ഷൻ ഡി ബാബർ. സോ ഈ ഒരു യുദ്ധത്തിൽ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത് മേദിനി റായ് ആണ്. ഓപ്ഷൻ ബി ആണ്. ആരുമായിട്ടുള്ള യുദ്ധമാണ്? ഇത് ബാബറുമായിട്ട് നടന്നൊരു ബാറ്റിലാണ്. അപ്പൊ ഡിഫീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്തിരുന്നാണ്. ബാബറും മേദിനി റായ് ഓപ്ഷനിലുണ്ട്, പക്ഷെ ഡിഫീറ്റ് ആയിരിക്കുന്നത് മേദിനി റായ് ആണ്.
സോ ബാബറിന്റെ ജീവിതത്തിൽ 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് നടന്നിരിക്കുന്നത്. ഒന്ന് 5026ലാണ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത്. ഇബ്രാഹിം ലോധി ആയിട്ടാണ് യുദ്ധം നടക്കുന്നത്. ബാബർ ഇബ്രാഹിം ലോധിയുടെ ആർമിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡൽഹി ആഗ്രയിലൊക്കെ റൂൾ എസ്റ്റാബ്ലിഷ് ആവുകയാണ്, എംപയർ എസ്റ്റാബ്ലിഷ് ആവുകയാണ്. അതിനുശേഷം 5027 ബാറ്റിൽ ഓഫ് ഖൻവ നടക്കുന്നു. അവിടെ രജപുത്തും അതായത് റാണ സംഖ്യയായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അവിടെയും ബാബർ ബാറ്റിൽ വിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. റാണ സംഖ്യയായിട്ടാണ് നടക്കുന്നത്. 5028 ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാറ്റിൽ ഓഫ് ചന്ദേരി രജപുത്രന്മാരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അതിലും അദ്ദേഹം വിജയിച്ചു. പിന്നീട് 5029 ബാറ്റിൽ ഓഫ് ഖാംഗ്ര ബാബറും അഫ്ഗാൻ ചീഫായ ഷേർഷാ സൂരിയുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ 4 യുദ്ധങ്ങളും ബാബറിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. 26, 27, 28, 29. സോ ബാബറുമായിട്ട് നടന്ന 4 യുദ്ധങ്ങൾ ഏതാണ്? പാനിപ്പട്ട് യുദ്ധം, ഖൻവ, ചന്ദേരി, ഖാഗ്ര. പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത് ആരുമായിട്ടാണ്? ഇബ്രാഹിം ലോധി ആയിട്ടാണ് നടക്കുന്നത് ബാബറിന്റെ യുദ്ധം. 5027 നടന്ന ഖൻവ യുദ്ധം റാണ സംഖ്യയായിട്ട്. 5028 നമ്മൾ പറഞ്ഞു മേദിനി റായി. 5029 യുദ്ധം നടക്കുന്നത് അഫ്ഗാൻ ചീഫായിരുന്ന ഷേർഷാ സൂരി ആയിട്ടാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിക്കന്ദർ ലോധിയാണ്. സിക്കന്ദർ ലോധി എന്ന് പറയുന്നത് ലോധി ഡൈനാസ്റ്റിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ്. ബഹലു ലോധി കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന അദ്ദേഹമാണ്. സെക്കൻഡ് റൂളറാണ് ഡൈനാസ്റ്റിയിലെ. അദ്ദേഹമാണ് ആഗ്ര പട്ടണം സ്ഥാപിക്കുന്നത്, ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ്. ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷേർഷാ സൂരിയാണ് സൂരി എംപയർ ഇന്ത്യയിൽ ഫൗണ്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ സസാരം ആക്കി ഫൗണ്ട് ചെയ്യുന്നത് ഷേർഷാ സൂരിയാണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് അദ്ദേഹമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിക്കുന്നത്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇൻലൻഡ് ട്രേഡിന് വേണ്ടി സ്ഥാപിക്കുന്നത്. ഇന്ത്യ ടു സെൻട്രൽ ഏഷ്യ അതിനു വേണ്ടിയിട്ട് സ്ഥാപിക്കുന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബോംബെ ഇൻ 1875? 1875 ബോംബെയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലിഗഡ് മൂവ്മെന്റ്, അതുപോലെ തന്നെ ബ്രഹ്മ സമാജ്, സത്യശോധക് സമാജ്, ആര്യ സമാജ്. സോ 1875 ബോംബെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആര്യ സമാജ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആര്യ സമാജ് ആരാണ് ഫോം ചെയ്തിരിക്കുന്നത്? 1875 ഫോം ചെയ്തിരിക്കുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇത് ഫോം ചെയ്തിരിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനിഷ്യലി ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബോംബെ ആയിരുന്നു, പിന്നെ ലാഹോറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്താണ് ആര്യ സമാജിന്റെ ഒരു എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് കാസ്റ്റ്ലെസ് സൊസൈറ്റിയാണ്. സതി അബോളിഷ് ചെയ്യുക, വിഡോ റീമാരേജ് എൻകറേജ് ചെയ്യുക, എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക, അതൊക്കെയായിരുന്നു. ഇന്റർ കാസ്റ്റ് മാരേജ് ഒക്കെ അദ്ദേഹം എൻകറേജ് ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് ഓപ്ഷൻസ്, ബാക്കി ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. ബ്രഹ്മസമാജ് ആരാണ് ഫോം ചെയ്തിരിക്കുന്നത്? രാജാറാം മോഹൻ റോയ് ആണ്. ഇയറും നോക്കി വെക്കണം, കാരണം ഇയർ ഇപ്പൊ എടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ. സോ 1828 ബ്രഹ്മസമാജ് അദ്ദേഹം ഫോം ചെയ്യുന്നത്. മോണോതെസ്റ്റിക് സെക്ഷൻ ആയിരുന്നു. കാസ്റ്റ് റെസ്ട്രിക്ഷൻ ഒക്കെ അദ്ദേഹം എതിരായിരുന്നു. പൊളിറ്റിസം അതൊക്കെ അദ്ദേഹം റിനൗൺസ് ചെയ്തു. ഐഡൽ വർഷിപ്പിനെ ഒപ്പോസ് ചെയ്തു. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ കേശവ് ചന്ദ്ര സെന്നും രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫാദർ അദ്ദേഹമൊക്കെ ഇതിലോട്ട് വരുന്നുണ്ട്. പിന്നീട് അവർ രണ്ടായിട്ട് ബ്രഹ്മസമാജത്തെ ഡിവൈഡ് ചെയ്യുന്നു. ബ്രഹ്മസമാജത്തിൽ നിന്നും വിഡ്രോ ചെയ്തിട്ട് ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്ന് കേശവ ചന്ദ്ര സെന്നും, അതുപോലെ തന്നെ ആദ്യം ബ്രഹ്മസമാജ് എന്ന് രവീന്ദ്രനാഥ് ടാഗോറും ഫോം ചെയ്യുക. സോ 1828 ബ്രഹ്മസമാജ് ഫോം ചെയ്തത്. നെക്സ്റ്റ് ഓപ്ഷൻ സത്യശോധക് സമാജ് ഫോം ചെയ്തത് ജ്യോതിറാവ് ഭൂലെ ഇൻ ദ ഇയർ 1873. പൂനെ മഹാരാഷ്ട്രയിലാണ് ഫോം ചെയ്തത്. അദ്ദേഹത്തിന്റെ വൈഫ് സാവിത്രിഭായും എന്താണ് വുമൻ സെക്ഷൻ ഓഫ് സൊസൈറ്റിയുടെ ഒരു ഹെഡ് ആയിരുന്നു. ഇതും എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ റൈറ്റ്സിന് ഇൻക്രീസ് ചെയ്യുക. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് വുമൻസിന്, ശൂദ്രാസ്, ദളിത് അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്ത് വന്നൊരു മിഷനാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓർഗനൈസേഷൻ ആണ് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് പോയിന്റ് അലിഗഡ് മൂവ്മെന്റ്. അലിഗഡ് മൂവ്മെന്റും 1875 തന്നെയാണ് ഫോം ചെയ്യുന്നത്. ബട്ട് അത് അലിഗഡിലാണ് ഫോം ചെയ്യുന്നത്. ശ്രീ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹമാണ് അലിഗഡ് മൂവ്മെന്റ് ഫോം ചെയ്യുന്നത്. അതും ഇന്ത്യൻ മുസ്ലിംസിന് ഇടയ്ക്ക് മോഡേൺ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവരിൽ ഒരു സോഷ്യൽ റിഫോംസ് കൊണ്ടുവരിക, റീമാരേജ്, അവരുടെ വിഡോ റീമാരേജ്, വുമൻസ് എഡ്യൂക്കേഷൻ, സ്ലൈവറി ഡിവോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വന്ന ഒരു മൂവ്മെന്റ് ആണ് അലിഗഡ് മൂവ്മെന്റും. അതും 1875 തന്നെയാണ് അത് അലിഗഡിലാണ് ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു 4 ഓപ്ഷൻസിന്റെ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 1875 ബോംബെയിൽ ഫോം ചെയ്യുന്നതാണ് ആര്യ സമാജ്. 1828 ബ്രഹ്മ സമാജ്. 1873 സത്യശോധക് സമാജ്. 1875 അലിഗഡിൽ അലിഗഡ് മൂവ്മെന്റ്. When was the Secretary of State for India made responsible for the government of British India by bringing about changes in the home government? അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പദവി ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യക്ക് റെസ്പോൺസിബിൾ ആവുന്ന SOS അല്ലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പദവി എന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യ കൊണ്ടുവന്നത്? ഏതൊരു ആക്ടിലൂടെയാണ് അത് കൊണ്ടുവന്നത്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1858. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം 1857 നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ റെബലിയൻ നടന്നു. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നമ്മൾ പറയും സിപ്പായി മ്യൂട്ടണി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും. സോ 1857 അത് നടക്കുന്നു. അതോടുകൂടി ഈ ഒരു ആക്ട് 1858 ക്വീൻസ് പ്രൊക്ലമേഷൻ ആക്ട് എന്ന് പറയും. സോ ഈ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏകദേശം ഇവിടുത്തെ ഒരു റൂൾ അവസാനിപ്പിച്ചു. ഡയറക്റ്റ്ലി ബ്രിട്ടീഷ് ക്രൗണിന് അവർ ആ ഒരു ഗവർണൻസിന്റെ പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡയറക്റ്റ്ലി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ കൺട്രോൾ എടുക്കുകയാണ്. അങ്ങനെയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊരു പദവി കൊണ്ടുവരുന്നത് 1858 കൂടി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 1858 പവറിലോട് കൂടി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ആക്ട് ഓഫ് ഗുഡ് ഗവർണൻസ് എന്നൊക്കെ ഇത് അറിയപ്പെടും. അങ്ങനെ ഡ്യുവൽ ഗവൺമെന്റ് എൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോർഡ് സ്റ്റാൻലി ആണ്. സോ അതാണ് ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകത. അതായത് 1857 റിവോൾട്ടോടുകൂടി വളരെ വലിയൊരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. വലിയൊരു പ്രശ്നമായപ്പോൾ അവർ എന്ത് ചെയ്തു? ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ റൂൾ അവസാനിപ്പിച്ചു. ഡയറക്ട്ലി ബ്രിട്ടീഷ് ക്രൗൺ തന്നെ അവിടുത്തെ റൂൾ അവർ ഏറ്റെടുത്തു. അങ്ങനെയാണ് SOS എന്ന് പറഞ്ഞ പദവി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പദവി അവർ കൊണ്ടുവരുന്നത് 1858 റൂളോട് കൂടിയാണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങുന്നത്. 1833 ചാർട്ടർ ആക്ട് ആണ്. ഓരോ 20 years to 20 yearsലാണ് ഓരോ ചാർട്ടർ ആക്ട് വരുന്നത്. സോ 1830 1833 ഒക്കെ ഉള്ളത് എന്താണ്? ചാർട്ടർ ആക്ട് ആണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നൊരു പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊരു പദവിയിലോട്ട് മാറുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊരു പദവി വരുന്നത്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവുന്നു. അതുപോലെ ലോർഡ് മക്കാള പ്രഭുവിന്റെ നേതൃത്വത്തിൽ ലോ കമ്മീഷൻ ഒക്കെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ലോർഡ് വില്യം ബെന്റിക്. 1830 ചാർട്ടർ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടുത്തെ ഒരു മോണോപ്പൊളി ട്രേഡ് ഒക്കെ ഇന്ത്യ ആയിട്ടുള്ളത് അവസാനിപ്പിച്ചു. അതൊക്കെയാണ് 1830 ചാർട്ടർ ആക്ടിലുള്ള പ്രധാന ക്ലോസ് എന്ന് പറയുന്നത്. 1833 1858 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം രണ്ടും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് announced the bifurcation of British Indian Empire into a secular India and Islamic Pakistan. ലോർഡ് കേഴ്സൺ, ലോർഡ് ഡൽഹൌസി, ലോർഡ് ലൂയിസ് മൗണ്ട്ബാറ്റൻ, ലോർഡ് റിപ്പൺ. ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലോർഡ് ലൂയിസ് മൗണ്ട്ബാറ്റൻ ആണ്. അദ്ദേഹമാണ് ഇന്ത്യൻ എംപയറിനെ ബൈഫർക്കേറ്റ് ചെയ്യുന്നത് 1947 ജൂൺ 3. അതുകൊണ്ട് തന്നെ ഇതിനെ മൗണ്ട്ബാറ്റൻ പ്ലാൻ എന്ന് പറയപ്പെടും. ജൂൺ 3 പ്ലാൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. പ്രധാന എയിം എന്ന് പറയുന്നത് സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റിന്റെ ആ ഡിമാൻഡിനെ അഡ്രസ് ചെയ്തുകൊണ്ട് വന്നതായിരുന്നു ഈ ഒരു ജൂൺ 3 പ്ലാൻ ലൂയിസ് മൗണ്ട്ബാറ്റന്റെ നേതൃത്വത്തിൽ. അപ്പൊ രണ്ട് ഡൊമിനൻസ് ഉണ്ടാവുന്നു, ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഉണ്ടാവും. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലോർഡ് കേഴ്സൺ പ്രഭു 1899 മുതൽ 1905 വരെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു. അദ്ദേഹം പാർട്ടീഷൻ ഓഫ് ബംഗാൾ
1905 വരുമ്പോൾ അദ്ദേഹമാണ്. ലോർഡ് കേഴ്സൺ പ്രഭു ആയിരുന്നു ആ കാലഘട്ടത്തിൽ അത് ബാരിഷ്ണ ബംഗാൾ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹൌസി പ്രഭു 1848 മുതൽ 1856 വരെയാണ്. പോളിസി ഓഫ് അനക്സേഷൻ ഒക്കെ അദ്ദേഹത്തിന്റെ കാലത്താണ്. പോളിസി ഓഫ് അനക്സേഷൻ ഡൽഹൌസി പ്രഭു. റിപ്പൺ പ്രഭു 1880 മുതൽ 1884 വരെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് ഒക്കെ വരുന്നത് ഈ സമയത്താണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. വിച്ച് ചൈനീസ് ട്രാവലർ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റിയൺ ഓഫ് ഹർഷവർദ്ധന? ഹർഷവർദ്ധന ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലർ? ഓപ്ഷൻ ബി ഹുയാങ് സാങ് ആണ് വിസിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ നോക്കാം. ഇബൻ ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് വിസിറ്റ് ചെയ്തത്. പിന്നെ ഫാക്സിയാൻ എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്ക് ആണ്. അദ്ദേഹം മറ്റു പേരിൽ അറിയപ്പെടും ഫാഹിയാൻ എന്നുള്ള പേരിൽ അറിയപ്പെടും, സെഹി എന്നുള്ള പേരുകളിൽ അറിയപ്പെടും. ഇദ്ദേഹം ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലത്താണ്. അതുപോലെ എൽസിംഗ് എന്ന് പറയുന്നത് ഒരു ട്രാവലർ അല്ല. പിന്നെ മെഗസ്തനസ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലഘട്ടത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following organizations is credited with writing literary pieces of the abolition of Sati Pratha? സതിയുടെ അബോലിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഓർഗനൈസേഷൻ ബ്രഹ്മസമാജ് ആണ്. ഓപ്ഷൻ ബി ബ്രഹ്മസമാജ്. സോ അത് നമ്മൾ ബ്രഹ്മസമാജിനെ കുറിച്ച് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ബ്രഹ്മസമാജ് എന്ന് പറയുന്നത് രാജാ റാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ്. അതുപോലെ സത്യശോധക് സമാജ് നമ്മൾ പറഞ്ഞു. ഹരിജൻ സേവക് സംഘ് ഗാന്ധിജി സ്ഥാപിച്ചതാണ്. ഓൾ ഇന്ത്യ ഹരിജൻ സേവക് സംഘ് ഗാന്ധിജി ഫോം ചെയ്തതാണ് 1932. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അബോലിഷൻ ഓഫ് സതിപ്രഥയ്ക്ക് വേണ്ടി അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിറ്റററി പീസസ് ഒക്കെ വന്നിരിക്കുന്നത് ഈ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട. Sohan Singh, Bakhna and Har Dayal were primarily associated with which of the following organizations? Yugandhar, Gadar Party, Kisan Sabha and Anushീലൻ സമിതി. സോ സോഹൻ സിംഗ് ബാഖന അതുപോലെ തന്നെ ഹർദയാൽ ഏത് ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. ഗദ്ദാർ പാർട്ടി ആയിട്ടാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത്. 1913 ഫോം ചെയ്ത പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി. ഒരു ഇന്ത്യൻ റെവല്യൂഷണറി ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിനെതിരെ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന ഒബ്ജക്റ്റീവോട് കൂടി തുടങ്ങിയതാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ഹർദയാൽ, അതുപോലെ തന്നെ ബാബ വസാക സിംഗ്, ബാബ ജ്വാല സിംഗ്, സന്തോഖ് സിംഗ്, സോഹൻ സിംഗ് ബാഖന. അപ്പൊ ഇത്രയും പേരാണ് ഇതിന്റെ ഒരു ഫൗണ്ടിങ് ഫാദേഴ്സ് എന്നറിയപ്പെടുന്നത് ഗദ്ദാർ പാർട്ടിയിൽ. നെക്സ്റ്റ് യുഗാന്തർ അല്ലെങ്കിൽ അതിന് ജുഗാന്തർ ജുഗാന്തർ പത്രിക. ഇത് ഫൗണ്ട് ചെയ്യുന്നത് ബരീന്ദ്ര കുമാർ ഘോഷ് ആണ്. ബരീന്ദ്ര കുമാർ ഘോഷ് ആണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കിസാൻ സഭ. ഓൾ ഇന്ത്യ കിസാൻ സഭ 1936 ലക്നൌവിലാണ് ഫോം ചെയ്യുന്നത്. ലാസ്റ്റ് വൺ അനുശീലൻ സമിതി ഫോം ചെയ്യുന്നത് 1902 പ്രമദാനന്ദ മിത്ര 1902 ഇത് ഫോം ചെയ്യുന്നത്. ഏകദേശം 500ഓളം ബ്രാഞ്ചസ് ഉണ്ട്. അരവിന്ദ ഘോഷിന്റെ ബ്രദറായ ബരീന്ദ്ര കുമാർ ഘോഷ് നമ്മളിപ്പോൾ പറഞ്ഞു യുഗാന്തറിന്റെ കാര്യം. അദ്ദേഹം ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു ചീഫ് ആയിരുന്നു. അതുപോലെ രാജ് ബിഹാരി ബോസ്, സച്ചിദാനന്ദദാസ് അന്യാരി ഇവരൊക്കെ ഇതിന്റെ ഒരു അനുശീലൻ സമിതിയുടെ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പൊ 2 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു ഈ ഒരു അനുശീലൻ സമിതിക്ക്. ജുഗാന്തർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, അതുപോലെ ധാക്ക അനുശീലൻ സമിതി എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ്. Nana Sahib, a rebel at Kanpur, was a son of which of the following Peshwas? Bajirao I, Balaji Vishwanath, Bajirao II, Balaji Bajirao. So Nana Sahib ഇതിൽ ആരുടെ മകൻ, ഏത് പേഷ്വയുടെ മകനായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ബാജിറാവ് II.
ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഗദർ പാർട്ടിയാണ്. ഇവിടെ ആൻസർ ബാജിറാവ് സെക്കൻഡ് ആണ്. സോ ബാജിറാവ് സെക്കൻഡ്. ഈ നാനാ സാഹിബിന്റെ പേരൂടെ ഓർത്തിരിക്കണം. ഡോണ്ടു പന്ത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഡോണ്ടു പന്ത്. അദ്ദേഹം ഒരു ബാജിറാവ് സെക്കൻഡ് അഡോപ്റ്റ് ചെയ്തതാണ്. മറാത്ത എംപയറിന്റെ ലാസ്റ്റ് പേഷ്വയായിരുന്ന ബാജിറാവ് സെക്കൻഡ് അഡോപ്റ്റ് ചെയ്ത സണ്ണാണ് നാനാ സാഹിബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ബാജിറാവ് ഫസ്റ്റ്, 7th പേഷ്വയാണ് മറാത്ത എംപയറിലെ ബാജിറാവ് ഫസ്റ്റ് എന്ന് പറയുന്നത്. മറാത്ത എംപയറിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ വളരെയധികം മുന്നിൽ നിന്ന ആളാണ് ബാജിറാവ് ഫസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാലാജി ബാജിറാവ് നാനാ സാഹിബ് പേഷ്വ എന്നറിയപ്പെടും. ബാജിറാവ് ഫസ്റ്റിന്റെ എൽഡസ്റ്റ് സൺ ആയിരുന്നു അത്. അതായത് ഏറ്റവും മൂത്ത മകനായിരുന്നു. നെക്സ്റ്റ് ബാലാജി വിശ്വനാഥ്. ബാലാജി വിശ്വനാഥ് ഫസ്റ്റ് പേഷ്വ ഓഫ് മറാത്ത എംപയർ ആണ്. ഫസ്റ്റ് പേഷ്വ ഓഫ് മറാത്ത എംപയർ ആണ്. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം ഛത്രപതി ആയിട്ടില്ല, ഛത്രപതി മഹാരാജാവ് ആയിട്ട്. സോ അദ്ദേഹം ഒരു ഫസ്റ്റ് പേഷ്വ മറാത്ത എംപയർ ആണ് ബാലാജി വിശ്വനാഥ്. ബാക്കി ഓപ്ഷൻസ് മനസ്സിലായല്ലോ. അപ്പൊ നാനാ സാഹിബ് ആരുടെ ഒരു അഡോപ്റ്റ് ചെയ്ത സണ്ണാണെന്ന് ചോദിച്ചാൽ ബാജിറാവ് സെക്കൻഡ്. Who among the following was the founder of Aligarh movement, which was largely responsible for the revival of Muslims in India? ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ്. അലിഗഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ, അദ്ദേഹത്തെ ഫ്രണ്ടിയർ ഗാന്ധി എന്നാണ് വിളിക്കുന്നത്. ഫ്രണ്ടിയർ ഗാന്ധി. മിർസ ഗുലാം അഹമ്മദ്, അദ്ദേഹമാണ് അഹമ്മദീയ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഹമ്മദീയ മൂവ്മെന്റ് 1889 സ്റ്റാർട്ട് ചെയ്യുന്നത് മിർസ ഗുലാം അഹമ്മദ് ആണ്. മുഹമ്മദ് ഇക്ബാൽ നമുക്കറിയാം, അദ്ദേഹം ഒരു പോയറ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അലിഗഡ് മൂവ്മെന്റ് ഫൗണ്ട് ചെയ്തത് സയ്യിദ് അഹമ്മദ് ഖാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുഹമ്മദ് ബിൻ തുഗ്ലക് ഇൻട്രൊഡ്യൂസ്ഡ് എ കോപ്പർ കോയിൻ കോൾഡ് ഡാഷ് ഇൻ പ്ലേസ് ഓഫ് സിൽവർ കോയിൻ. സിൽവർ കോയിന് പകരം അദ്ദേഹം കോപ്പർ കോയിൻ കൊണ്ടുവന്നു. ആ കോപ്പർ കോയിന്റെ പേര് എന്താണെന്നാണ് പറഞ്ഞത്. അതിന്റെ പേര് ജിറ്റാൾ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഫസ്റ്റ് ഡൽഹി സുൽത്താൻ യൂസ്ഡ് കോപ്പർ കോയിൻ ആസ് കോമൺ കറൻസി ആണ് അദ്ദേഹം. അതിന്റെ പേരാണ് ജിറ്റാൾ എന്ന് പറയുന്നത്. തങ്ക എന്ന് പറയുന്ന സിൽവർ കോയിൻ ഉപയോഗിച്ചത് ഇൽത്തുമിഷ് ആണ്. തങ്ക ഉപയോഗിച്ചിരിക്കുന്നത് ഇൽത്തുമിഷ് ആണ്. അതൊരു സിൽവർ കോയിൻ ആണ്. സിൽവർ കോയിൻ ബൈ ഇൽത്തുമിഷ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നമുക്കറിയാം. അദ്ദേഹം ഗിയാസുദ്ദീൻ തുഗ്ലക് ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഗാസി മാലിക് എന്നായിരുന്നു. അദ്ദേഹമാണ് ഈ തുഗ്ലക് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്, അല്ലെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ശേഷം വന്ന മകനാണ് ജുവാന ഖാൻ. ജുവാന ഖാൻ ആണ് പിന്നെ ടൈറ്റിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് മാറ്റിയത്. ജുവാന ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മൾ ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഏകദേശം 5 പരിഷ്കാരങ്ങളോളം അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് ഡെവലപ്മെന്റിന് വേണ്ടി. പക്ഷെ അതെല്ലാം വലിയ ഫെയിലർ ആയി പോയ പരിഷ്കാരങ്ങളായിരുന്നു. അദ്ദേഹം ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദേവഗിരി അല്ലെ ദൗലത്താബാദിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കോയിൻസ് കൊണ്ടുവന്നതും അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഫെയിലർ ആയിട്ട് പോയി. പല പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന് ഫെയിലർ ആയിട്ട് പോയി. അതുപോലെ സിൽവർ കോയിന്, ബ്രോൺസ് കോയിന് കൊണ്ടുവന്നു. ടാക്സ് ഇൻക്രിമെന്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഫെയിലർ ആയി. ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. സോ ഇതിന്റെ ആൻസർ കോപ്പർ കോയിന്റെ പേര് ജിറ്റാൾ എന്നാണ്. Who among the following leaders led the ബർദൌളി സത്യാഗ്രഹ? ബർദൌളി സത്യാഗ്രഹം ലഡ് ചെയ്ത ലീഡർ ഏതാണെന്നാണ്. വല്ലഭായ് പട്ടേൽ, സി രാജഗോപാലാചാരി, മോട്ടിലാൽ നെഹ്റു, ലാല ലജ്പത് റായ്. സോ ബർദൌളി സത്യാഗ്രഹം 1928 നടന്നത്. ബർദൌളി ഗുജറാത്തിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. അത് ടാക്സസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു സത്യാഗ്രഹമായിരുന്നു. സോ ഇത് ലഡ് ചെയ്തത് ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇത് ലഡ് ചെയ്തത്. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, സർദാർ വല്ലഭായ് പട്ടേൽ നമുക്കറിയാം ഫസ്റ്റ് ഡെപ്യൂട്ടി PM ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആണ് അദ്ദേഹം. ഹി വാസ് നോൺ ആസ് അയൺ മാൻ.
സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനാണ്. നാഷണൽ യൂണിറ്റി ഡേ. നാഷണൽ യൂണിറ്റി ഡേ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. യൂണിറ്റി ഡേ ഒക്ടോബർ 31, 2014 മുതൽ. ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മസ്ലി 1991 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു ഓപ്ഷൻസ് നോക്കാം. മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റു നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ ഫാദറാണ് അദ്ദേഹവും അതുപോലെ സിആർ ദാസ്, അതായത് ചിത്തരഞ്ജൻ ദാസും ചേർന്ന് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. 1923 സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി. പ്രധാന ലീഡേഴ്സ് ആയിരുന്നു അദ്ദേഹം. മോട്ടിലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ സെക്രട്ടറി ആൻഡ് സിആർ ദാസ് ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറൽ ഓഫ്, അതായത് ഇന്ത്യൻ ഗവർണർ ജനറൽ എടുത്ത് പറയണം, ഫ്രീ ഇന്ത്യയുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാലാചാരി. അദ്ദേഹത്തിന്റെ CR ഫോർമുല അല്ലെ സി രാജഗോപാലാചാരീസ് ഫോർമുല നമ്മൾ കേട്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ, അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും INC-യുമായിട്ട് ഉണ്ടായിരുന്ന ഇഷ്യൂസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചതാണ് രാജഗോപാലാചാരീസ് ഫോർമുല എന്നറിയപ്പെടുന്നത്. ഭാരതരത്ന കിട്ടിയ ഫസ്റ്റ് റെസിപ്പിയൻസിൽ ഒരാളാണ്. 1954 ഡോക്ടർ രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ അതുപോലെ CV രാമന് അവരുടെ ഒപ്പം ലഭിച്ച വ്യക്തിയാണ് സി രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടി 1959 സ്ഥാപിക്കുന്നതും സി രാജഗോപാലാചാരി. നെക്സ്റ്റ് ഓപ്ഷൻ ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ഷേർ-ഇ പഞ്ചാബ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ലയൺ ഓഫ് പഞ്ചാബ്. ലയൺ ഓഫ് പഞ്ചാബ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് സൈമൺ കമ്മീഷനെതിരെ, അതായത് സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തു, ഇന്ത്യയിലോട്ട് വന്നിട്ട് അത് ബോയ്ക്കോട്ട് ചെയ്യുന്നു. സോ അതിനെതിരെ ലാഹോറിൽ വെച്ച് അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, അവിടെ ബ്രൂട്ടലി അസോൾട്ട് ചെയ്തു, പിന്നീട് അദ്ദേഹം മരിച്ചുവാണ് ചെയ്യുന്നത്, ലാലാ ലജ്പത് റായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 ഇൻ ബീഹാർ. ബീഹാറിലെ 1857 റിവോൾട്ട് ലെഡ് ചെയ്തിട്ട്, അതായത് ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരായിരിക്കും റിവോൾട്ടിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ആ ആൾക്കാരുടെ പേരുകൾ മനസ്സിലാക്കിയിരിക്കണം. സോ ബീഹാറിലെ ജഗദീഷ്പൂരിലെ ഈ റിവോൾട്ട് ലെഡ് ചെയ്തത് ഓപ്ഷൻ ബി വീർ കൻവർ സിംഗ് ആണ്. ഓപ്ഷൻ ബി വീർ കൻവർ സിംഗ് ആണ്. ഓക്കെ, ഇനി മറ്റു ലീഡേഴ്സിനെ നമുക്ക് നോക്കാം. ബക്കത് ഖാൻ. ബക്കത് ഖാൻ ഈ ഒരു റിവോൾട്ടിനെ ലെഡ് ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഡൽഹി. നെക്സ്റ്റ് വൺ അസീമുള്ള. മൗലവി അല്ല, അസീമുള്ള കാൺപൂരിലാണ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. അതുപോലെ തന്നെ മറ്റേ ആൾക്കാരെ നോക്കിയ റാണി ലക്ഷ്മിഭായ് ഝാൻസി. ബീഗം ഹസ്രത് മഹൽ ലക്നൗ. നാനാ സാഹിബ് കാൺപൂരാണ്. നാനാ സാഹിബ് കാൺപൂരാണ്. ബക്കത് ഖാൻ നമ്മൾ പറഞ്ഞല്ലോ. ഖാൻ ബഹദൂർ ഖാൻ ബറേലിയിലാണ്. സോ 1857 ബീഹാറിലെ ജഗദീഷ്പൂർ ലെഡ് ചെയ്തത് വീർ കൻവർ സിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹൂ സെന്റ് ദ ഗ്രീക്ക് അംബാസിഡർ മെഗസ്തനസ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലോട്ട് മെഗസ്തനസ് എന്ന ഗ്രീക്ക് അംബാസിഡറിനെ അയച്ചതാരാണ്? നേരെ തിരിച്ചും ചോദിക്കാം. ഗ്രീക്ക് അംബാസിഡർ മെഗസ്തനസ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഡൈനാസ്റ്റി, ഇന്ത്യ ഭരിച്ചിരുന്ന ഏത് ഡൈനാസ്റ്റി ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണെന്ന് ചോദിക്കാം. ഏത് വ്യക്തിയുടെ കാലഘട്ടത്തിലാണ് മെഗസ്തനസ് വരുന്നതെന്ന് ചോദിക്കാം. സോ ഓപ്ഷൻസ് ഡയോനിയസസ്, സിക്കന്ദർ, ടോളമി, സെല്യൂക്കസ്. സോ ഇദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ഗ്രീക്കിലെ സെല്യൂക്കസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അംബാസിഡർ ആയിട്ടാണ് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. സെല്യൂക്കസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഡൈനിയസ് എന്ന് പറയുന്നത് എംപയർ അശോകയുടെ കോർട്ടിൽ വന്ന് സെർവ് ചെയ്ത അംബാസിഡർ ആണ്. ബാക്കി ഓപ്ഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ മെഗസ്തനസിനെ സെൻഡ് ചെയ്തത് സെല്യൂക്കസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിവാൻ-i അറസ് വാസ് എസെൻഷ്യലി ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാഷ് അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്. ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത് പല പല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ ഓരോ പേരും ഉണ്ട്.
സോ ആ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. സോ ഓപ്ഷൻസ് മിലിറ്ററി സർവീസസ്, ഫിനാൻഷ്യൽ സർവീസസ്, കോർട്ട് സെറാമണീസ്, റോയൽ ഖർഖാനാസ്. സോ ദിവാനയാർസ് എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓപ്ഷൻ എ, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ദിവാനയാർ. ഏത് കാലഘട്ടത്തിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്? ബാൽബൻ ആണ് ഇത് കൊണ്ടുവരുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ മറ്റു ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ദിവാൻ ഐ റിസാലത്ത് was a department of religious affairs. ഹെഡ് ചെയ്തത് സാദർ ആണ്. അതുപോലെ തന്നെ ദിവാൻ ഐ വിസാറത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ്. സോ അതുപോലെ ദിവാൻ ഐ ഇൻഷ കറസ്പോണ്ടൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ്. സോ ഈ ഡിപ്പാർട്ട്മെന്റുകൾ പേര് കൂടി ഓർത്തിരിക്കണം. Ramakrishna Gopal Bhandarkar and Mahadev Govind Ranade carried out their work of religious reforms in Maharashtra through which of the following organizations? രാമകൃഷ്ണ ഗോപാൽ ഭണ്ഡാർക്കറും അതുപോലെ മഹാദേവ് ഗോവിന്ദ റാനഡെ, MG റാനഡെ, അദ്ദേഹത്തിന്റെ റിലീജിയസ് റിഫോംസ്, ഇവർ രണ്ടുപേരുടെ റിലീജിയസ് റിഫോംസ് ആയിട്ടുള്ള വർക്ക്സ് ഏത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റി, പ്രാർത്ഥന സമാജ്, ബ്രഹ്മ സമാജ്, ആത്മീയ സഭ. സോ ഇവരുമായിട്ട് ബന്ധപ്പെട്ടത് ഓപ്ഷൻ സി, പ്രാർത്ഥന സമാജ് ആണ്. പ്രാർത്ഥന സമാജ് 1867 1867 ബിൽഡ് ചെയ്യുന്നത് ആത്മാറാം പാണ്ഡുരൻ. പിന്നീട് RJ ഭണ്ഡാർക്കറും അതുപോലെ MG റാനഡയും 1870 കാലഘട്ടത്തിലാണ് ജോയിൻ ചെയ്യുന്നത്, കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയത്. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. തിയോസഫിക്കൽ സൊസൈറ്റി ബിൽഡ് ചെയ്തിരിക്കുന്ന HP ബ്ലാവറ്റ്സ്കി 1875 ന്യൂയോർക്കിൽ 1875 ന്യൂയോർക്കിലാണ് അത് ബിൽഡ് ചെയ്തത്. അത് 1882 കാലഘട്ടമായപ്പോൾ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടയാറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, തമിഴ്നാട്ടിൽ. ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് അനി ബെസന്റ് ആണ്. ഇന്ത്യ 1882 ടു ഇന്ത്യ. നെക്സ്റ്റ് ആത്മീയ സഭ ഒരു സോഷ്യൽ റിലീജിയസ് റിഫോംസ് കൊണ്ടുവരാൻ ഉദ്ദേശത്തോട് വന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഡിബേറ്റ്സുകളും മറ്റു ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ നടന്നു. ഫൗണ്ടേഷൻ 1815 ആണ് നടന്നത്, 1815. നെക്സ്റ്റ് ബ്രഹ്മ സമാജ് നമുക്കറിയാം 1828 അത് ഫോം ചെയ്യുന്നത്. എല്ലാ ഐഡോളറ്ററിയും അതുപോലെ സാക്രിഫൈസസിനെയൊക്കെ എല്ലാം പ്രൊഹിബിറ്റ് ചെയ്തു ബ്രഹ്മ സമാജ്. സോ ഇതിന്റെ ആൻസർ പ്രാർത്ഥന സമാജ് ആണ് 1867 ഫോം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്ദുൾ റസാഖ് ആൻഡ് എൻവിയോ ഫ്രം പേർഷ്യ കെയിം ടു വിജയനഗർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹുസ് റൂൾ. അപ്പൊ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ വ്യക്തി പേർഷ്യയിൽ നിന്നും വിജയനഗർ എംപയറിന്റെ കാലത്ത് വരുന്നു. അദ്ദേഹം ഏത് രാജാവ് ഭരിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഏത് റൂളർ ഭരിച്ചപ്പോഴാണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ, ദേവരായ 1, ഹരിഹർ 2, ദേവരായ 2, ബുക്ക 2. സോ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ സ്കോളർ ആണ്. അദ്ദേഹം വിജയനഗര എംപയറിൽ വരുന്നു. ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദേവരായ സെക്കൻഡ് 4042 4043 കാലഘട്ടത്തിലാണ്. വിജയനഗര കിങ്ഡത്തെ കുറിച്ച് വളരെ വലിയ ഡിസ്ക്രിപ്ഷൻ ഒക്കെ അദ്ദേഹം തരുന്നു. സോ ദേവരായ 2 എന്ന് പറയുന്നത് വിജയനഗര എംപയറിലെ വളരെ പ്രധാനപ്പെട്ട റൂളറാണ്. ഈ ഒരു സമയത്താണ് വിജയനഗര എംപയർ ഭയങ്കര പ്രോസ്പെരിറ്റി, വളരെ വളർച്ച ഉണ്ടായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ ബുക്ക നമുക്കറിയാം, ബുക്ക 1 അല്ലെ ബുക്ക രായ 1 എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹമാണ് ഈ വിജയനഗര എംപയറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഹരിഹരനും ബുക്കനുമാണ് അല്ലെ ഫൗണ്ടേഴ്സ് എന്ന്. അപ്പൊ ഹരിഹരനും ബുക്കനുമാണ് 3036 കാലഘട്ടത്തിൽ ഈ ഒരു വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. തുംഗഭദ്രയുടെ തീരത്തായിട്ട് ഹംപി ക്യാപിറ്റൽ ആയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. വിജയനഗര എംപയറിൽ ഒരു പ്രധാനപ്പെട്ട 4 ഡൈനാസ്റ്റീസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത് സംഗമ, സലുവ, തുളുവ, അരവിഡോ ഇതൊക്കെയാണ്. കൃഷ്ണദേവരായ ഒക്കെ ഈ ഡൈനാസ്റ്റിയിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. സോ ദേവരായ 1 അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇറ്റാലിയൻ ട്രാവലർ നിക്കോളോ കോണ്ടി അദ്ദേഹത്തിന്റെ വലിയൊരു ഡിവോട്ടി ആയിരുന്നു. അതുപോലെ തന്നെ ഹസാര രാമ ടെമ്പിൾ ഒക്കെ ഈ ഒരു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അത് ബിൽഡ് ചെയ്യുന്നത്.
ഡെക്കാൻ ആർക്കിടെക്ചറിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് ഹസാര രാമ ടെമ്പിൾ. ദേവരായ ഫസ്റ്റിന്റെ കാലം ഹസാര രാമ ടെമ്പിൾ. സോ അബ്ദുൾ റസാഖ് വരുന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ദേവരായ സെക്കൻഡ്. Amatya in the Saptang theory of Kaulilya denotes which of the following? Front, instrument officials, territory and fort. സോ കൗടില്യന്റെ സപ്താംഗ തിയറിയിൽ അമത്യ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്റ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ ഇവര് റൂളറിനും കോമൺ പീപ്പിളിനും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യും. അവരുടെ കൺസേൺസും അവരുടെ നീഡ്സും ഒക്കെ ഈ കിങ്ങിനെ ധരിപ്പിക്കുക, അങ്ങനെ കിങ്ങിന്റെ കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ സാധാരണ ആൾക്കാർ കോമൺ പീപ്പിളിൽ എത്തിക്കുക, അങ്ങനെ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ഈ അമത്യ എന്ന് പറയുന്നത്. അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ പവർ ചിലപ്പം രാജാവിന് കുറച്ച് റിവൽ ആവാം, പൊളിറ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോൾ ആയതുകൊണ്ട്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മിനിസ്റ്റർ ആൻഡ് ഒഫീഷ്യൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് ദ പ്രസിഡന്റ് ഓഫ് സെക്കൻഡ് സെഷൻ ഓഫ് INC, ഇന്റർനാഷണൽ കോൺഗ്രസ്. INC വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്കറിയാം INC ഫസ്റ്റ് സെഷൻ നടക്കുന്നത് 1885 നടക്കുന്നത്, ബോംബെയിൽ വിത്ത് 72 ഡെലിഗേറ്റ്സ്. ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് സെഷൻ ആണ്. സെക്കൻഡ് സെഷന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ദാദാഭായ് നവറോജി. ആ സമയം ജനറൽ സെക്രട്ടറി AO ഹ്യൂം ആണ്. ആ സമയത്ത് ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉമേഷ് ചന്ദ്ര ബാനർജി അല്ലെങ്കിൽ WC ബാനർജി ആണ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റ് INC ആയിട്ട് ബന്ധപ്പെട്ട ചില സെഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് സെഷൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് സെഷൻ 1885 ബോംബെയിൽ നടക്കുന്നു. INC ഫോം ചെയ്തത് WC ബാനർജി ആയിരുന്നു പ്രസിഡന്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെഷൻ നമ്മൾ ദാദാഭായ് നവറോജി കൊൽക്കട്ടയിൽ വെച്ച് നടന്ന സെഷൻ 1886 പിന്നെ വരുന്നത് തേർഡ് സെഷൻ ആണ്, 1887 ബദ്രുദ്ദീൻ തിയാബ്ജി. സോ ഈ സെഷൻ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം ഇത് ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആണ്, INCയുടെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആണ് അദ്ദേഹം. പിന്നെ വരുന്ന 1888 സെഷൻ ജോർജ് യൂൾ നമ്മുടെ ഓപ്ഷനിലുണ്ട്. ജോർജ് യൂൾ എന്ന് പറയുന്ന ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രസിഡന്റ് ആണ്, INCയുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രസിഡന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ്. 1896 പ്രസിഡന്റ് ആണ് റഹ്മത്തുള്ള സായിനി. സോ ഈ സമയത്താണ് നാഷണൽ സോങ് ആയ വന്ദേ മാതരം സങ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ രവീന്ദ്രനാഥ ടാഗോർ, 1896 സെഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 1897, 98, 99, 1905 ഇമ്പോർട്ടന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സോ സ്വദേശി മൂവ്മെന്റിന്റെ പ്രൊക്ലമേഷൻ വന്നു. അതുപോലെ തന്നെ 1907 സൂററ്റ് സ്പ്ലിറ്റ്, നമുക്കറിയാം കോൺഗ്രസ് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ആയിട്ട് മാറ്റി. രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു ആ സമയത്ത് പ്രസിഡന്റ്. പിന്നെ വരുന്നത് 1911 കൽക്കട്ട സെഷനിലാണ് ജനഗണമന ആദ്യമായിട്ട്, അതിന്റെ പ്രസിഡന്റ് BN ധർ ആണ്. സോ അദ്ദേഹമായിരുന്നു അതിന്റെ പ്രസിഡന്റ്. പിന്നെ വരുന്ന 1916 ലക്നൌവിൽ വെച്ച് നടന്നത് AC മജുംദാർ ആയിരുന്നു. ഇതിന് ഇമ്പോർട്ടൻസ് എന്താണ്? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്തു മജുംദാർ. പിന്നെ 1970 ആനി ബസന്റ്, പ്രത്യേകത ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC, ആനി ബസന്റ്. ഇതവിടെ വെച്ച് നടന്നത് കൽക്കട്ട സെഷൻ ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് 1925 സരോജിനി നായിഡു കാൺപൂർ വെച്ചാണ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് സരോജിനി. പിന്നെ പൂർണ്ണ സ്വരാജ് വരുന്ന 1929 ലാഹോർ സെഷനാണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട INC സെഷൻസ് എന്ന് പറയുന്നത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 1937 ഒരു സെഷൻ ഉണ്ട്, അതിലാണ് ഫൈസാപൂർ എന്ന സെഷനിലാണ് വില്ലേജ് വെച്ച് നടന്ന ആദ്യത്തെ സെഷൻ, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. 1937 നടന്ന സെഷൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സെഷൻസ് എന്ന് പറയുന്നത്. Who among the following was the most famous Shaka ruler who got the Sudarshana Lake in Kathiawar renovated? കത്തിയവാറിലെ സുദർശന ലേക്ക് റെനോവേറ്റ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള സകാ റൂളർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ശസ്താന, മൗസ്, രുദ്രദമൻ 1 ആൻഡ് രുദ്രസിംഹ തേർഡ്. സോ സുദർശന ലേക്ക് ജുനാഗഡ് ഇൻസ്ക്രിപ്ഷനിലാണ് ഒരു സുദർശന ലേക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത്. ഇത്
മൗര്യ നമ്പേഴ്സ് ആണ് ഇതിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ റിസർവോയർ ആണ്. ഇതിലേക്ക് റിപ്പയർ ചെയ്തിരിക്കുന്ന രുദ്രതമ ഫസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പിന്നീട് സ്കന്ദഗുപ്തയുടെ കാലഘട്ടത്തിലും ഇത് റെനോവേറ്റ് ചെയ്തു. സോ ഫേമസ് ആയിട്ടുള്ള സാഗാ റൂളർ എന്ന് പറയുന്ന രുദ്രദമൻ ഫസ്റ്റ് ആണ്. ഓപ്ഷൻ ബി. ഈ ചസ്താനയുടെ ഗ്രാൻഡ് സൺ ആണ് അദ്ദേഹം. മറ്റു ഓപ്ഷൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഡിഡ് ആനി ബസന്റ് പ്രൊമോട്ട് ദ സ്റ്റഡീസ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ റിലീജിയൻസ്, ഫിലോസഫീസ് ആൻഡ് ഡോക്ടറേറ്റ്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിന്റെ ആൻസർ. പ്രാർത്ഥനാ സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, പരമഹൻസ് മണ്ഡാലി, ആര്യ സമാജ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു തിയോസഫിക്കൽ സൊസൈറ്റി ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്ന ആനി ബസന്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തിയോസഫിക്കൽ സൊസൈറ്റി ആണ്. പ്രാർത്ഥനാ സമാജ് നമ്മൾ പറഞ്ഞു. ആര്യ സമാജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ പരമഹൻസ് മണ്ഡാലിയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ദഡോബ പാണ്ഡുരംഗം ദുർഗാറാം മെഹ്താജി ആയിരുന്നു. ഡോബ പാണ്ഡുര. കാസ്റ്റ് റൂൾസിനെ ഒക്കെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അവർ പ്രൈമറി ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന. വൺ ഗോഡിൽ മാത്രം വിശ്വസിച്ചവനാണ് പരമഹൻസ് മണ്ഡാലി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ഓർഗനൈസേഷൻ. വൺ ഗോഡ് ആൻഡ് ബ്രേക്കിംഗ് കാസ്റ്റ് റൂൾസ്, അതാണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. അവര് ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കുക്ക് ചെയ്ത ഫുഡൊക്കെ അവരെടുക്കുകയും പിന്നെ വുമൻസിന് എഡ്യൂക്കേഷൻ, പിന്നെ റീമാരേജ്, വിഡോ റീമാരേജ്, അതിനൊക്കെ ഇവര് വിശ്വസിച്ചിരിക്കുന്നു. സോ പരമഹൻസ മണ്ഡാലി എന്ന് പറയുന്നത് ദഡോബ പാണ്ഡുരംഗം അതുപോലെ ദുർഗാറാം മെഹ്താജി പിന്നെ അവരുടെ കുറച്ച് കൂട്ടുകാർ ചേർന്ന് വന്ന ഒരു ഇതാണ്, ഒരു സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് പരമഹൻസ് മണ്ഡാലി. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, തിയോസഫിക്കൽ സൊസൈറ്റി. Self-government was Swaraj as the ultimate goal of the INC. This declaration was made by Nadabhai Navaruchi in which of the following sessions of INC? INCയുടെ ഏത് സെഷനിലാണ് നാദാഭായ് നവറോജി ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുത്തത്? സെൽഫ് ഗവൺമെന്റ് അല്ലെ സ്വരാജ്യ? ബ്രിട്ടീഷ് എംപയറിൽ തന്നെ സെൽഫ് ഗവൺമെന്റ് അല്ലെ സ്വരാജ്യ എന്നൊരു എയിം വന്നത്, അല്ലെ ഒരു ഗോള് വന്നത്. മദ്രാസ് ബോംബെ കൽക്കട്ട ബങ്കിപ്പൂർ. ഇതിൽ ഏത് സെഷനാണ്? ഓപ്ഷൻ ബി കൽക്കട്ട സെഷനാണ്. കൽക്കട്ട സെഷനിലാണ്. സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വരാജ്യയുടെ ക്ലെയിം. ബ്രിട്ടീഷ് എംപയറിൽ തന്നെ സ്വരാജ്യ എന്ന് പറയുന്ന ഒരു ക്ലെയിം ഓൺ ദ മോഡൽ ഓഫ് സെൽഫ് ഗവൺമെന്റ് കോളനീസ് ലൈക്ക് ഓസ്ട്രേലിയ, കാനഡ. അത് വരുന്നത് കൽക്കട്ട സെഷൻ ആണ്. കൽക്കട്ട സെഷൻ 1906 കൽക്കട്ട സെഷനിലാണ് വരുന്നത്. 1906. ഇത് പ്രിസൈഡ് ചെയ്തത് നാദാഭായ് നവറോജിയാണ്. ഇസ് കൺസിഡേഴ്സ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിലാണ് നവറോജി സെൽഫ് ഗവൺമെന്റ് ഓർ സ്വരാജ് ലൈക്ക് ദ യുണൈറ്റഡ് കിങ്ഡം ഓർ ദ കോളനീസ് എന്ന് വിളിച്ചത്. Next question. Who among the following freedom fighters lost his life during the protest against Simon Commission where black flags were waved at the commission? Already നമ്മൾ അത് പറഞ്ഞു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ അതിനെതിരെ ബ്ലാക്ക് ഫ്ലാഗ് കാണിച്ച് സമരം ചെയ്തതിനാണ് ആരാണ് മരിച്ചത്? ലാല ലജ്പത് റായ്. പഞ്ചാബ് കിങ് എന്നറിയപ്പെടുന്ന ലാല ലജ്പത് റായ്, അദ്ദേഹമാണ് ലോസ്റ്റ് ഹിസ് ലൈഫ് എന്ന് പറയുന്നത്. മറ്റു ഓപ്ഷൻസ് ചിത്രരചന നമ്മൾ പറഞ്ഞു, മോട്ടിലാൽ നെഹ്റുവായിട്ട് ചേർന്ന് പാർട്ടി രൂപീകരിച്ച കാര്യം. നെക്സ്റ്റ് സുരേന്ദ്രനാഥ് ബാനർജി, അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഓർമ്മ വേണം, ചോദിച്ചിട്ടുള്ളതാണ്. എ നേഷൻ ഇൻ മേക്കിംഗ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. നേഷൻ ഇൻ മേക്കിംഗ്. പിന്നെ സചീന്ദ്രനാഥ് സന്യാൽ, അദ്ദേഹം ഒരു റെവല്യൂഷണറിയാണ്, കോ ഫൗണ്ടർ ഓഫ് HRA, അതായത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് ആർമിയുടെ കോ ഫൗണ്ടർ ആണ് സചീന്ദ്രനാഥ് സന്യാൽ. 1924 HRA കാൺപൂരിൽ ഫോം ചെയ്യുന്നു. രാംപ്രസാദ് ബിസ്മിൽ, അതുപോലെ ജോഗേഷ് ചന്ദ്ര ചാറ്റർജി, സച്ചിൻ സന്യാൽ, ഇവരൊക്കെയാണ് ഇതിനെതിരെ ഒരു എന്താ പറയുക ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയാം HRA. പിന്നീട് ഈ HRAയുടെ പേരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഒക്കെ പേര് മാറ്റി, ചന്ദ്രശേഖർ ആസാദ് പേര് മാറ്റി. സോ ഇതിന്റെ ആൻസർ ലാലാ ലജ്പത് റായ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Who among the following sultans of Delhi started the system of സിജിത ആൻഡ് പൈബോസ്? സിജിത അതുപോലെ പൈബോസ് എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്ന ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താൻ? മുഹമ്മദ് ബിൻ തുഗ്ലക്, ഗിയാസുദ്ദീൻ ബാൽബൻ, നസറുദ്ദീൻ മുഹമ്മദ്, കുത്തബ് ഉദ്ദീൻ ഐബക്. സോ സിജിത അതുപോലെ പൈബോസ് കൊണ്ടുവരുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഗിയാസുദ്ദീൻ ബാൽബൻ. കിങ്ങിന്റെ സല്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ള നോർമൽ ഫോംസ് ആയിട്ടാണ് സിജിതയും പൈബോസും ഗിയാസുദ്ദീൻ ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അതായത് സിജിതയിൽ ഈ ആളുകൾ നീൽ ഡൗൺ ചെയ്തിട്ട്, അതായത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത ശേഷം തല കൊണ്ട് ടച്ച് ചെയ്ത് സുൽത്താനെ ഗ്രീറ്റ് ചെയ്യണമെന്നാണ് സിജിതയിൽ പറയുന്നത്. സോ ആ സിസ്റ്റം കൊണ്ടുവരുന്ന ഗിയാസുദ്ദീൻ ബാൽബനാണ്. നമുക്ക് മറ്റു ഓപ്ഷൻസ് നോക്കാം. മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക് നമുക്കറിയാം, തുഗ്ലക് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. അതിനുശേഷം വരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹമാണ് സെക്കൻഡ് ക്യാബിനെ ദേവഗിരി ആക്കുന്നതും. പിന്നെ കോപ്പർ കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പ്രധാനമായിട്ടും ഈ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുകയും ടാക്സുകളും കോപ്പർ കോയിനുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ, അങ്ങനെ കുറച്ച് പ്ലാൻസുകൾ കുറച്ച് ഫെയിലർ ആയി പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ കുത്തബ്ദീൻ ഐബക്. കുത്തബ്ദീൻ ഐബക് ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി. സ്ലേവ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് കുത്തബ്ദീൻ ഐബക്. ലാഹോർ ക്യാപിറ്റലാക്കി. പിന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേര് ലാഖ് ബാക്ഷ്. ഗിവർ ഓഫ് ലാക്സ് എന്നാണ് അതിന്റെ മീനിങ്. ഒരുപാട് ലിബറൽ ഡൊണേഷൻസ് അദ്ദേഹം കൊടുക്കുമായിരുന്നു. കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ അദ്ദേഹം ആരംഭിച്ചു. ആരുടെ മെമ്മറി ആണെന്ന് ഓർത്തിരിക്കുക, ഖ്വാജ കുത്തബ്ദീൻ ബക്തിയാർ കാക്കി. പക്ഷെ കംപ്ലീറ്റ് ചെയ്തത് പിന്നീട് വരുന്നവരാണ്. തുടക്കം ഇടുന്നത് ഇദ്ദേഹമാണ്. കുത്തബ് മിനാറിന്റെ പണി ആരംഭിക്കുന്ന ഇദ്ദേഹമാണ്. അതുപോലെ ആദായ് ദിൻക ചോപ്ര അജ്മീറിൽ സ്ഥാപിക്കുന്നു. അതൊക്കെ കുത്തബ്ദീനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നസറുദ്ദീൻ മുഹമ്മദ് അത്ര ഇമ്പോർട്ടന്റ് വ്യക്തിയല്ല. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഗിയാസുദ്ദീൻ ബാബറാണ് പൈബോ, സിജിത പോലുള്ള നോർമൽ ഫോം സല്യൂട്ടേഷന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രഗുപ്ത മൗര്യ ഓവർത്രൂ ദ നന്ദ ഡൈനാസ്റ്റി ഓഫ് മഗധ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിഷ്ണുഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, സമുദ്രഗുപ്ത, സ്കന്ദഗുപ്ത. മഗധയിലെ നന്ദ ഡൈനാസ്റ്റി ഓവർത്രൂ ചെയ്തുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ആരുടെ സഹായത്തോടു കൂടിയാണ്? വിഷ്ണുഗുപ്തയുടെ മറ്റൊരു പേരാണ് ചാണക്യ. വളരെ വൈസ് ആയിട്ടുള്ള ഒരു സ്കോളർ ആയിരുന്നു. മൗര്യൻ എംപയറിന്റെ ഒക്കെ റൈസിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. ചന്ദ്രഗുപ്ത മൗര്യയുടെ ഒരു ചീഫ് അഡ്വൈസർ ആയിരുന്നു. അർത്ഥശാസ്ത്ര ബുക്ക് എഴുതുന്നത് ഈ ചാണക്യാണ്. സോ അങ്ങനെ നന്ദ ഡൈനാസ്റ്റി ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഓവർത്രൂ ചെയ്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാനൊക്കെ ചന്ദ്രഗുപ്ത മൗര്യ സഹായിച്ച വ്യക്തിയാണ് വിഷ്ണുഗുപ്ത. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മറ്റേ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സ്കന്ദഗുപ്തയുടെ പ്രത്യേകത, അദ്ദേഹം ഒരു ഗുപ്ത റൂളർ ആയിരുന്നു. മിലിറ്ററി ക്യാമ്പയിൻസിലൊക്കെ വളരെ പേരുകേട്ട വ്യക്തിയായിരുന്നു സ്കന്ദഗുപ്ത. അതുപോലെ ചന്ദ്രഗുപ്ത സെക്കൻഡ് ഓൾസോ നോൺ ആസ് വിക്രമാദിത്യ. വളരെ ആർട്ട് അതുപോലെ ലിറ്ററേച്ചറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ സമുദ്രഗുപ്തയെ വിളിക്കുന്ന പേര് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ. ഗുപ്ത ഡൈനാസ്റ്റിയിലെ വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു സമുദ്രഗുപ്ത. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. വിഷ്ണുഗുപ്തയാണ് അല്ലെങ്കിൽ ചാണക്യയാണ് നന്ദ ഡൈനാസ്റ്റി ഓവർത്രൂ ചെയ്ത് ചന്ദ്രഗുപ്ത മൗര്യക്ക് മൗര്യൻ ഡൈനാസ്റ്റി തുടക്കം വരാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് സഹായിച്ച വ്യക്തി വിഷ്ണുഗുപ്ത അല്ലെങ്കിൽ ചാണക്യ. When did All India Congress formalize the demand for പൂർണ്ണ സ്വരാജ് or full independence for India? എന്നാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ഡിമാൻഡ് ചെയ്തത്? ലാഹോർ സെഷൻ 1929, മദ്രാസ് സെഷൻ 1927, കറാച്ചി സെഷൻ 1931, ഗുവാഹട്ടി സെഷൻ 1926. നമ്മൾ ഓൾറെഡി INCയുടെ ഇമ്പോർട്ടൻറ്റ് സെഷൻസ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത്. സോ പൂർണ്ണ സ്വരാജ് 1929 ലാഹോർ സെഷനിലാണ് ഫോർമലൈസ് ചെയ്തത് ആ ഡിമാൻഡ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സെയിം സെഷനിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് ജവഹർലാൽ നെഹ്റു ഇലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 1930 ജനുവരി 26-നാണ്. ഇതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് സിസ്റ്റം ഓഫ് ദാഗ് ആൻഡ് ഹൂലിയ ആൻഡ് ക്യാഷ് പേയ്മെന്റ് ടു സോൾജിയേഴ്സ് ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റിൽ ദാഗ് അതുപോലെ ഹൂലിയ അതുപോലെ ക്യാഷ് പേയ്മെന്റ് ടു സോൾജിയേഴ്സിന് ക്യാഷ് പേയ്മെന്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ഡൽഹി സുൽത്താനേറ്റ്? ഗിയാസുദ്ദീൻ തുഗ്ലക്, അലാവുദ്ദീൻ ഖിൽജി, ജലാലുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, അലാവുദ്ദീൻ ഖിൽജി ആണ്. ദാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ് ആണ്. ഹോഴ്സസിന്റെ ബ്രാൻഡിങ് ആണ് ദാഗ്. അതുപോലെ ഹുലിയ ഡിസ്ക്രിപ്റ്റീവ് ലിസ്റ്റ് ഓഫ് സോൾജിയേഴ്സ്.
ആൻഡ് ക്യാഷ് പേയ്മെന്റ് ടു സോൾജേഴ്സ്. ഇത്രയും കൊണ്ടുവന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. സ്ട്രോങ് ആർമി ഒക്കെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക് അദ്ദേഹം മെയിൻ ആയിട്ടും പബ്ലിക് വർക്ക്സ് കനാൽസ് ഒക്കെ ഫോം ചെയ്യും. കനാൽസിന്റെ ഒക്കെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം, ഫിറോസ് ഷാ തുഗ്ലക്ക്. കനാൽസ്. അതുപോലെ ജലാലുദ്ദീൻ ഖിൽജി ആണെങ്കിൽ ഹി വാസ് നോൺ ഫോർ ഹിസ് മിലിറ്ററി ക്യാമ്പയിൻസ്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആയിരുന്നു. തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സുൽത്താൻ ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ്. അപ്പൊ ദാഗ് എന്ന് പറയുന്ന ഹോഴ്സസ് ബ്രാൻഡിങ്. പിന്നെ ചെഹറ എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് റോൾ ഓഫ് സോൾജിയേഴ്സ്. ചെഹറ. ഈ സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അതേപോലെ പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രധാനപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളാണ്. ഒരു പെർമനന്റ് സ്റ്റാൻഡിങ് ആർമി അദ്ദേഹത്തിന് കൊണ്ടുവന്നു. റോയൽ ട്രഷറിയിൽ നിന്ന് അതിന് പേയ്മെന്റ് ക്യാഷിൽ വേണം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ചില കമ്മോഡിറ്റീസിന് പ്രൈസസ് ഫിക്സ് ചെയ്തു. പിന്നെ 4 സെപ്പറേറ്റ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു. ദിവാന റിയാസത്ത് ഓഫീസേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്തു. ഷഹാന ഐ മണ്ഡി എന്ന് പറയുന്ന ഓഫീസുകൾ സ്ഥാപിച്ചു. പിന്നെ മുൻഹിനാൻസ് എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ മാർക്കറ്റുകളെ കുറിച്ചുള്ള ഫംഗ്ഷൻ സീക്രട്ട്ലി അദ്ദേഹത്തിന് കൊടുക്കുന്ന ആൾക്കാർ. സോ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഡ്യൂറിങ് അലാവുദ്ദീൻ ഖിൽജിസ് reign the cloth market was known as. സോ നമ്മൾ ഓൾറെഡി അലാവുദ്ദീൻ ഖിൽജിയുടെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ അല്ലെ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോത്ത് മാർക്കറ്റ് അറിയപ്പെട്ട പേര് ഷാഹിന മണ്ഡി, സരൈ ഐ ആദൽ, മുൻഹിൻസ്. അപ്പൊ ഇതൊക്കെയാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. ഇതിന്റെ 2-3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ക്ലോത്ത് മാർക്കറ്റ് അറിയപ്പെടുന്ന പേര് സാറൈ ഐ അതിൽ നിന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലോത്ത് മാർക്കറ്റ് അറിയപ്പെട്ട പേരാണ്. ക്ലോത്തിന്റെ ട്രേഡിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം സ്ഥാപിച്ചതാണ്, ഡൽഹിയിൽ ബേസ്ഡ് ആയിട്ടുള്ളത്. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കിയാൽ മാണ്ടി എന്ന് പറയുന്നത് ഗുഡ്സ് സോൾഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ മാണ്ടി എന്ന് പറയുന്നത്. ഗുഡ്സ് ആർ സോൾഡ്. പിന്നെ മുൻഹിൻസ് നമ്മൾ പറഞ്ഞു, സുൽത്താൻ ഓരോ ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന ആളാണ്. സ്പൈ എന്നൊക്കെ നമ്മൾ പറയും. മാർക്കറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണ് നമ്മൾ മുൻഹിൻസ് എന്ന് പറയുന്നത്. ഷാഹിന മണ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻ മാർക്കറ്റ് ആണ്. മാർക്കറ്റിനെ പറയുന്ന പേരാണ് ഷാഹിന മാർക്കറ്റ്. സോ ഇതിന്റെ ആൻസർ സാറായ ആദിലാണ്, ക്ലോത്ത് മാർക്കറ്റ് അറിയപ്പെട്ടിരുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് ശുംഗ ഡൈനാസ്റ്റി? ശുംഗ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് കിങ് പുഷ്യമിത്ര, ദേവഭൂതി, ഭാവഭൂതി, ശശാങ്ക. സോ ലാസ്റ്റ് കിങ് ഓഫ് ശുംഗ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ദേവഭൂതിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് റൂളർ എന്ന് പറയുന്നതാണ് പുഷ്യമിത്ര ശുംഗ. ഇത് ഫസ്റ്റ് റൂളർ ആണ്. ഫസ്റ്റ് റൂൾ ദേവഭൂമി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടും. ഇദ്ദേഹം അസാസിനേറ്റ് ചെയ്തതാണ് മിനിസ്റ്റർ വസുദേവ കൻവ അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് കൻവ ഡൈനാസ്റ്റി കയറി വരുന്നത്. ഇതിനുശേഷമാണ് ഇന്ത്യ ഭരിക്കുന്ന കൻവ ഡൈനാസ്റ്റി കയറി വരുന്നത്. സോ ഫസ്റ്റ് റൂളർ പുഷ്യമിത്ര ശുംഗ, ലാസ്റ്റ് റൂളർ ദേവഭൂതി. ഭാവഭൂതി എന്ന് പറയുന്ന ഒരു സംസ്കൃത് പോയറ്റ് ആണ്. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു പ്ലേ റൈറ്റർ ആണ്, ഒരു സംസ്കൃത് പോയറ്റ് ആണ്. ശശാങ്ക എന്ന് പറയുന്നതും ഒരു രാജാവാണ്. അദ്ദേഹം ബംഗാളി കലണ്ടറൊക്കെ ഇദ്ദേഹത്തിന് ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ശുംഗ ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് ലാസ്റ്റ് റൂളർ മനസ്സിലാക്കിയിരിക്കുന്നത്. ലാസ്റ്റ് റൂളർ ദേവഭൂതി, ഫസ്റ്റ് റൂളർ പുഷ്യമിത്ര ശുംഗ. അതിനുശേഷം കൻവ ഡൈനാസ്റ്റി വരുന്നു. ഹു വാസ് ദ മുഗൾ എംപയർ ഡ്യൂറിംഗ് ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്? ഓപ്ഷൻ എ ഷാ ആലം സെക്കൻഡ്, അക്ബർ സെക്കൻഡ്, ബഹദൂർ ഷാ സഫർ, ബഹദൂർ ഷാ ഫസ്റ്റ്. സോ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിന്റെ സമയത്ത് മുഗൾ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ മുഗൾ എംപയർ ആയിരുന്ന വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഷാ ആലം സെക്കൻഡ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. സോ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത് 1761 1761 ജനുവരി 14 ബാറ്റിൽ നടക്കുന്നത്. മറാത്താസും അഫ്ഗാൻസും തമ്മിലുള്ളതാണ് യുദ്ധം നടക്കുന്നത്. മറാത്താസ് ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഷാ ആലം സെക്കൻഡ് എന്ന് പറയുന്നത് അലംഗീർ സെക്കൻഡിന്റെ മകനാണ്. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അക്ബർ സെക്കൻഡ് ഷാ ആലം സെക്കൻഡിന്റെ മകനാണ്. ലാസ്റ്റ് മുഗൾ എംപയർ ആണ്. റിയൽ പവർ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ലാസ്റ്റ് മുഗൾ എംപയർ എന്ന് പറയുന്നത് അക്ബർ സെക്കൻഡ് ആണ്. പിന്നെ ബഹദൂർ ഷാ ഫസ്റ്റ്, ലാസ്റ്റ് മുഗൾ എംപയർ ഫോർ റൂൾ 1707 to 1712 വരെ.
ബഹദൂർ ഷാ ഫസ്റ്റ്. ഔറംഗസേബിന്റെ മകനാണ് ബഹദൂർ ഷാ ഫസ്റ്റ്. നെക്സ്റ്റ് ഓപ്ഷൻ ബഹദൂർ ഷാ സഫർ ആണ്. 12th മുഗൾ എംപയർ ആണ്. 1837 to 1857 വരെ. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ ഷാ ആലം സെക്കൻഡ് ആണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിന്റെ സമയത്ത് മുഗൾ എംപയർ ആയിരുന്ന വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to Kaudilya's Arthashastra, the commanding officer of the cavalry in the Mauryan administration was known as Patyadeksha, Ashwadeksha, Rathadeksha, Hastyadeksha. കൗടില്യയുടെ അർത്ഥശാസ്ത്ര പ്രകാരം കാവലറി കമാൻഡിംഗ് ഓഫീസർ എന്ന് വിളിക്കപ്പെടുന്നത് ഓരോ റോളർ ഓരോ പേരാണല്ലോ അവർ കൊടുത്തിരിക്കുന്നത്. സോ ആ പേര് കാവലറി കമാൻഡിംഗ് ഓഫീസറുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേര് അശ്വാദിക്ഷ്യ, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അശ്വാദിക്ഷ്യയാണ്. അശ്വ മീൻസ് ഹോഴ്സ് എന്നാണ് അശ്വയുടെ മീനിങ്. അതുപോലെ ദക്ഷ്യ മീൻസ് കമാൻഡർ അല്ലെ സൂപ്പർവൈസർ. അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. കാവലറിയുടെ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് അശ്വാദിക്ഷ്യയാണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ രഥാദിക്ഷ എന്ന് പറയുന്നത് ചാരിയറ്റ്സ് ആണ്, അതായത് കമാൻഡർ ഓഫ് ചാരിയറ്റ്സ്. ഹസ്താദീക്ഷ എലിഫന്റ്സ്. പദ്യാദീക്ഷ കമാൻഡർ ഓഫ് ഇൻഫൻട്രി. So cavalry commanding officer option C Ashwadiksha. The viceroy who took keen interest in the restoration and protection of historical monuments was Lord Auckland, Lord Ellenborough, Lord Curzon and Lord Lytton. അതായത് ഹിസ്റ്റോറിക്കൽ മൊനുമെന്റ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വളരെയധികം താല്പര്യം എടുത്ത വൈസ്രോയി ആണ്. വൈസ്രോയ്സ് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓരോ കാലഘട്ടത്തിലും ഉള്ള ഓരോ ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഇവന്റ്സിന്റെ സമയത്ത് ആരാണ് വൈസ്രോയി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആരാണ് വൈസ്രോയി എന്ന് ചോദിക്കുക ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. സോ ഇതിന്റെ ആൻസർ ലോർഡ് കേഴ്സൺ ആണ്. കേഴ്സൺ പ്രഭു ആയിരുന്നു ആ സമയത്ത് ഹിസ്റ്റോറിക്കൽ മൊനുമെന്റ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് എടുത്തത്. അദ്ദേഹം 1899 മുതൽ 1905 വരെ വൈസ്രോയി ആയിരുന്നു. അദ്ദേഹമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI സ്ഥാപിക്കുന്നത് 1902. ASI നമുക്കറിയാം, അതായത് ആർക്കിയോളജിക്കൽ സൈറ്റ്സും ഏൻഷ്യന്റ് മോണുമെന്റ്സിന്റെ ഒക്കെ കൺസർവേഷൻ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് അതിന്റെ ഒരു എയിം എന്ന് പറയും. സോ സ്ഥാപിക്കുന്നു. അതുപോലെ സെവറൽ മോണുമെന്റ്സ് താജ്മഹൽ, കുത്തബ് മിനാർ, ഫത്തേപൂർ സിക്രി അതൊക്കെ റീസ്റ്റോർ ചെയ്ത് ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി പ്രിസർവ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ലോർഡ് കേഴ്സൺ ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് ഓക്ലാൻഡ് അധികം ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഗവർണർ ജനറൽ ഫസ്റ്റ് അഫ്ഗാൻ വാർ, ആംഗ്ലോ അഫ്ഗാൻ വാർ സമയത്തുള്ള വൈസ്രോയി ആണ് ലോർഡ് ഓക്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ എലൻബറോക്ക് ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ വാറിൽ ലോർഡ് ഓക്ലാൻഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ സമയം അദ്ദേഹത്തിന് വലിയൊരു റോൾ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്ലാൻഡിന്റെ കാര്യം. പിന്നെ എലൻബറോക്കും 1842 മുതൽ 1844 വരെ ഗവർണർ ജനറൽ ആയിരുന്നു. ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ലിറ്റൺ ഇമ്പോർട്ടന്റ് ആണ്. ലിറ്റൺ അദ്ദേഹത്തിന്റെ കോൺട്രവേഴ്സ്യൽ പോളിസീസിൽ വളരെ വെൽ നോൺ ആണ്. 1876-1880 കാലഘട്ടത്തിലായിരുന്നു. വെർണാക്കുലർ പ്രസ് ആക്ട്, അതുപോലെ സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാർ, ഇതൊക്കെ ഈ സമയത്തൊക്കെ ലോർഡ് ലിറ്റൺ ആയിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ലോർഡ് കേഴ്സൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അമരനായകാസ് വർ ഡാഷ് ഇൻ വിജയനഗര എംപയർ. വിജയനഗര എംപയറിൽ അമരനായകാസ് ആരാന്നാണ് ക്വസ്റ്റ്യൻ. ഫിനാൻസ് ഓഫീസേഴ്സ്, ഫോഴ്സ്ഡ് ലേബേഴ്സ്, മിലിറ്ററി കമാൻഡേഴ്സ്, ഓർഡിനറി പെസൻസ്. അമരനായക എന്ന് പറയുന്നത് മിലിറ്ററി കമാൻഡേഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യുക, അവർക്ക് ഒരു ഗിവൺ ടെറിട്ടറീസ് കൊടുത്തിട്ടുണ്ടാവും. ടാക്സസ് അല്ലെങ്കിൽ ഡ്യൂസ് ഒക്കെ കളക്ട് ചെയ്യുക, ട്രേഡേഴ്സ് ചെയ്യുന്നതും പെസൻസ് ചെയ്യുന്നതും ഒക്കെ, അതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു മിലിറ്ററി കമാൻഡേഴ്സ് ആണ്. അമരനായക എന്ന് പറഞ്ഞ് ലിറ്ററലി മീൻ ചെയ്യുന്ന കമാൻഡർ ഓഫ് ആൻ ആർമി എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് ലേബേഴ്സ് എന്ന് പറയുന്നത് അവരുടെ യൂഷ്വലി അവരുടെ പ്രിസണേഴ്സ് ഓഫ് വാർ ആണ്. ഫിനാൻസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അത്രയാണ്. അപ്പം മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് അമരനായക എന്ന് വിജയനഗര എംപയറിൽ പറയുന്നത്. Who introduced the Zamindari system as a measure of land revenue administration? സമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്നാണ്. ലോർഡ് ലിറ്റൺ, ലോർഡ് കോൺവാലിസ്, ലോർഡ് കേഴ്സൺ, ലോർഡ് വെല്ലസ്ലി. സോ എന്താണ് സമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർ കാണും, സമീന്ദാർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോഡ് കാണും, അതുപോലെ പെസൻസ് കാണും. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ സമീന്ദാർസ് ആയിരിക്കും ലാൻഡ് ഓണേഴ്സ്. അവരവരുടെ ലാൻഡ് കൊടുക്കുന്നു, ടെനന്റ് ഫാമേഴ്സിന് കൊടുക്കുന്നു. ഇൻ റിട്ടേൺ അവർക്ക് ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഷെയർ ലഭിക്കുന്നു. സെമീന്ദാർ ഇൻ റിട്ടേൺ എന്താണ്, അവർക്കൊരു ഫിക്സഡ് സമ്മ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കണം. അപ്പൊ പെസൻസിന്റെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഇതിന് നടക്കുന്നുണ്ട്. അപ്പൊ ഈ സമീന്ദാരി സിസ്റ്റം
ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൺവാലിസ് പ്രഭുവാണ്, ലോർഡ് കോൺവാലിസ്. അദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബാക്കി ഓപ്ഷൻസ് നോക്കാം. ലോർഡ് ലിറ്റൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ലോർഡ് കേഴ്സൺ, ലോർഡ് വെല്ലസ്ലി. ലോർഡ് വെല്ലസ്ലി സബ്സിഡറി അലയൻസ് അദ്ദേഹത്തിന്റെ കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹമാണ്, ലോർഡ് വെല്ലസ്ലി ആണ്. ലോർഡ് വെല്ലസ്ലി, സബ്സിഡറി അലയൻസ്. സബ്സിഡറി അലയൻസ് സമയത്ത് അത് ലോർഡ് വെല്ലസ്ലി ആയിരുന്നു ഗവർണർ ജനറൽ. കേഴ്സൺ പ്രഭുവിനെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മോണുമെന്റ്സിന് വേണ്ടിയിട്ട് മേയർസ് ഏക സ്ഥാപിക്കുന്നതിലും പ്രധാന മുൻകൈ എടുത്ത ആളാണ് അദ്ദേഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് ദ പീപ്പിൾ അറ്റ് ദ ലോക്കൽ ലെവൽ ഹൂ ബ്രോട്ട് ദ റെസൊല്യൂഷൻ ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് റെസൊല്യൂഷൻ കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് മേയോ, ലോർഡ് ലിറ്റൺ, ലോർഡ് കാനിങ്, ലോർഡ് റിപ്പൺ. ലോർഡ് റിപ്പൺ ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഒരുപാട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അദ്ദേഹമാണ്. ഫാദർ എന്ന് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലോർഡ് മേയോ. മേയോയുടെ പ്രത്യേകത ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെടുന്ന ആദ്യ വൈസ്രോയ്. പോർട്ട് ബ്ലെയറിൽ വെച്ചിട്ട് ഷേർ അലിയാണ് ഈ ലോർഡ് മയോനെ അസാസിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ലൈഫ് ഇംപ്രസ്മെന്റ് ഒക്കെ ഷേർ അലിക്ക് ലഭിച്ചു. മയോ കോളേജ് അജ്മീറിൽ തുടങ്ങുന്നത്, അജ്മീറിലെ മയോ കോളേജ്. മയോ കോളേജ്, മയോ കോളേജ്. അതുപോലെ രാജ്കോട്ട് കോളേജ് ഇൻ കത്തിയവാർ തുടങ്ങുന്നത് ലോർഡ് മയോ ആണ്. സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് മയോ ആണ്. പിന്നെ ലിറ്റൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ വരുന്ന കാനിങ് ആണ്. കാനിങ് ആണ് ഫസ്റ്റ് വൈസ്രോയ്. അതായത് 1858 ആക്ട് ഉണ്ട്, നമുക്കറിയാം. 1857 റിവോൾട്ട് നടന്നു. അതിനുശേഷം 1850 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ക്വീൻസ് പ്രൊക്ലമേഷൻ വരെയാണ്. അപ്പൊ അതില് വൈസ്രോയ് എന്നൊരു പദവി വരുന്നു. അപ്പൊ അതേ പേഴ്സൺ, അപ്പൊ ആ സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി കാനിങ് ആയിരുന്നു. അപ്പൊ കാനിങ് പ്രഭു എന്തായി? ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ആയി. റിവോൾട്ട് നടക്കുമ്പോൾ അദ്ദേഹം, അതുപോലെ 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് നടക്കുന്ന സമയം, ഇതൊക്കെ ഏതാണ്? ഹൈക്കോർട്ട്സ് ആക്ട്, പീനൽ കോഡ്, IPC ഒക്കെ വരുന്ന സമയത്തും ആരാണ്? കാനിങ് പ്രഭു ആണ് ആ സമയത്ത് വൈസ്രോയ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1858 നവംബർ 1 റോയൽ പ്രൊക്ലമേഷൻ, വിക്ടോറിയ രാജ്ഞിയുടെ ക്വീൻസ് പ്രൊക്ലമേഷൻ ലഭിക്കുന്നതും അദ്ദേഹത്തിനാണ്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫാദർ, അല്ലെങ്കിൽ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ വ്യക്തി ലോർഡ് റിപ്പൺ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Who among the following, along with her close associates, started the secret Congress radio during the Quit India movement? ഉഷ മേത്ത, സരോജിനി നായിഡു, ലക്ഷ്മി സേഗാൾ, ഭിക്കാജി ഗാമ. അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ആ സമയത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ആൻസർ ഉഷ മേത്തയാണ്. അധികം കേൾക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് മനസ്സിലാക്കിയിരിക്കുക, ഉഷ മേത്തയാണ്. കോൺഗ്രസിനെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് മൂവ്മെന്റിൽ ആൾക്കാർ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഉഷ മേത്ത സ്റ്റാർട്ട് ചെയ്തത്. ഉഷ മേത്ത ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. അതുപോലെ INC വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ളൊരു മെമ്പറാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കാം. ഭിക്കാജി ഗാമ ഇന്ത്യൻ റെവല്യൂഷണറി ആണ്. അതുപോലെ തന്നെ ക്ലോസ് അസോസിയേറ്റ് ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. മേഡം ഭിക്കാജി ഗാമയുടെ ഇമ്പോർട്ടൻസ് 1907 ഓഗസ്റ്റില് ഇന്ത്യൻ ഫ്ലാഗ് ഒരു ഫോറിൻ സോയിലിൽ ആദ്യമായിട്ട് ഉയർത്തുന്നത് ജർമ്മനിയിലാണ് ഉയർത്തുന്നത്. അത് മേഡം ഭിക്കാജി ഗാമയാണ്. ജർമ്മനിയിൽ മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നതും ഭിക്കാജി ഗാമയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാൾ. ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാൾ റാണി ഓഫ് ജാൻസി റെജിമെന്റ്, വുമൻസ് റെജിമെന്റ് ഓഫ് ഇന്റർനാഷണൽ ആർമി, അത് ലീഡ് ചെയ്തത് ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാൾ ആണ്. ക്യാപ്റ്റൻ ലക്ഷ്മി എന്നാണ് പൊതുവെ അവർ അറിയപ്പെടുന്നത്. അപ്പൊ INCയുടെ വുമൻ വിങ്, INA ഇന്റർനാഷണൽ ആർമിയുടെ വുമൻ വിങ്. സോ അതിന്റെ വുമൻ റെജിമെന്റ്
അത് ലെഡ് ചെയ്തത് ക്യാപ്റ്റൻ ലക്ഷ്മി സേഖാളാണ്. 1998 പത്മവിഭൂഷൺ ലഭിച്ചു. സരോജിനി നായിഡു ഭാരത കോകില എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. പോയറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ലവർ ഓഫ് നേച്ചർ ആയിരുന്നു. INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. നമുക്കറിയാം ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. അതുപോലെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് എന്താണ് ഓർഗനൈസേഷൻ INCയുടെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ, ആദ്യത്തെ വുമൺ ആനി ബെസന്റ് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സരോജിനി നായിഡു ആണ്. ഗോൾഡൻ ത്രഷോൾഡ് അതൊക്കെ അവരുടെ ബുക്കാണ്, പോയംസ് ആണ്. ബേർഡ് ഓഫ് ടൈം അതൊക്കെ അവരുടെ പോയട്രി ആയിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ബുക്സ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഉഷ മേത്തയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫൗണ്ടർ ഓഫ് ബഹമനി സുൽത്താനേറ്റ് who took the title of Bahman Shah after his accession to the throne? Founder of Bahmani Sultanate. Daud Shah, Muhammad Shah, Ghiyazuddin, Tatman Shah, Alauddin Hasan. ബഹമനി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അലാവുദ്ദീൻ ബഹ്മാൻ ഷായാണ്. ഹസാൻ ഗംഗു എന്നും അറിയപ്പെടും. ഹസാൻ ഗംഗു എന്നും അറിയപ്പെടും. സോ ഹസൻ ഗംഗു ആണ് ബഹമനി കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് മുസ്ലിം കിങ്ഡം ആണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ. മറ്റു ഓപ്ഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ ഇതിന്റെ ആൻസർ ഓർത്തിരിക്കുക, അലാവുദ്ദീൻ ഹസൻ അല്ലെ ഹസൻ ഗംഗു ആണ് ഫൗണ്ടർ ഓഫ് ബഹമനി കിങ്ഡം. Karsandas Mulji and Thadoba Pandurang were associated with the Dash, which worked against evils like caste system and encouraged widow remarriage. Brahmo Samaj, Ramakrishna Mission, Arya Samaj, Paramhansa Mandali. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ധഡോബ പാണ്ഡുരംഗിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ആൻസർ പരമഹംസ മണ്ഡാലിയാണ്. 1849 ഇത് സ്ഥാപിക്കപ്പെടുന്നത്. 1849. ധഡോബ പാണ്ഡുരംഗ്, ദുർഗാറാം മെഹ്താജി, അങ്ങനെ 2-3 പേരുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു. ദുർഗാറാം മെഹ്താജി ഇവരെല്ലാം ചേർന്നിട്ടാണ് പരമഹംസ മണ്ഡാലി ഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബാക്കി ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ബ്രഹ്മസമാജും ആര്യ സമാജും നമ്മൾ ഓൾറെഡി പറഞ്ഞു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് 1897 സ്വാമി വിവേകാനന്ദയാണ്. സ്വാമി വിവേകാനന്ദ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ബേലൂരിലാണ്. വെസ്റ്റ് ബംഗാൾ ബേലൂർ മഠത്തിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. രാമകൃഷ്ണ പരമഹംസന്റെ അതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ മൂലം വന്നൊരു മിഷനാണിത്. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു രാമകൃഷ്ണ പരമഹംസ. സോ അത് ഫോം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഹെഡ് ഓഫ് ദ ദിവാന ഇൻഷാ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റിന്റെ നേതൃത്വത്തിലുള്ള ദിവാന ഇൻഷാ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ വിളിക്കുന്ന പേര്? വക്കീൽ ഐദർ, ബാരിദൈ മുമാലിക്, അമീർ ഐദാദ്, ദബീർ ഐഖാസ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ദബീർ ഐഖാസ്. ദിവാന ഇൻഷാ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ്? കറസ്പോണ്ടൻസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഹെഡ് ചെയ്യുന്നത് ദബീർ ഐഖാസ് ആണ്. ചീഫ് സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരിക്കും. സുൽത്താനുള്ള പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരിക്കും. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണ്. ബാരിദൈ മുമാലിക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ സിസ്റ്റം സുൽത്താനിൽ. അതുപോലെ തന്നെ അമീർ ഐദാദ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. വക്കീൽ ഐദാർ റോയൽ ഹൗസ് ഹോൾഡ്. So ഇതിന്റെ ആൻസർ ദബീർ ഐഖാസ്. By which of the following acts was a bicameral legislature introduced in India at the central level? Government of India Act 1935, Regulating Act 1773, Indian Councils Act 1861, Government of India Act 1919. അപ്പം ഏത് ഒരു ആക്ട് പ്രകാരമാണ് സെൻട്രൽ ലെവലിൽ ബൈകാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവന്നത്? സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. സോ ഈ നിയമപ്രകാരമാണ് ബൈകാമറൽ ലെജിസ്ലേച്ചർ ഇന്ത്യയിൽ സെൻട്രൽ ലെവലിൽ വരുന്നത്. ഇതിന് മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ്. ചെംസ്ഫോർഡ് റിഫോം വിളിക്കാൻ കാരണം മൊണ്ടേഗു ആയിരുന്നു. ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത്. 1919 കാലഘട്ടത്തിൽ മൊണ്ടേഗു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. മൊണ്ടേഗു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ചെംസ്ഫോർഡ് വൈസ്രോയി ആയിരുന്നു. സോ ഡയാർക്കി പ്രൊവിൻസിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു.
ഇനി ബാക്കി ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഫെഡറൽ കോർട്ട്, ഒരു റിസർവ് ബാങ്ക്, ഇതൊക്കെ തുടങ്ങാൻ കാരണമായ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി 1773 റെഗുലേറ്റിംഗ് ആക്ട്, അത് ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ് പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 1772 വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യ ഗവർണർ ആവുന്നു. He was also known as the first Governor General of Bengal. He was also known as the first Governor General of Bengal in 1774. അതുകൂടെ ഓർത്ത്. അപ്പൊ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. വാറൻ ഹേസ്റ്റിങ്സ്. Next question. Primarily under whose persuasion did Mahatma Gandhi visit Champaran to understand the problems of peasants? Rajkumar Shukla, Vallabhbhai Patel, Jayaprakash Narayan, Maulana Masrur Haq. സോ ആരുടെ ഒരു പെർസ്യൂഷനിലാണ് മഹാത്മാഗാന്ധി ചമ്പാരനിൽ പോയിട്ട് അവിടുത്തെ പെസൻസിന്റെ ഒക്കെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയത്? സോ ഇതിന്റെ ആൻസർ രാജ്കുമാർ ശുക്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതേപോലെ ഒരു ഫാർമർ ആണ്. 1917 ഗാന്ധിയെ ചമ്പാരനിൽ നിന്നുള്ള ഒരു ഫാർമർ ആണ്. 1917 ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് പെസൻസിന്റെ പ്രോബ്ലംസിനെ കുറിച്ച്. അങ്ങനെയാണ് 1917 ഗാന്ധിജി ചമ്പാരൻ വിസിറ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹം ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ വളരെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സത്യാഗ്രഹ മൂവ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ആ ടൈമിലാണ്. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു പ്ലേസ് ആണ്. ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഒക്കെ ഓൺ ചെയ്യുന്ന, ഇൻഡിഗോ കൾട്ടിവേഷൻ ഉള്ള സ്ഥലമാണ്. ആ പ്ലാന്റേഷൻസ് എല്ലാം ഓൺ ചെയ്യുന്നത് ബ്രിട്ടീഷ് ലാൻഡ് ലോർഡുകളാണ്. അവർ ഫോഴ്സ് ചെയ്ത് ലോക്കൽ പെസൻസിന് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു, എന്നിട്ട് ഫിക്സഡ് പ്രൈസിൽ വിൽക്കാൻ, അങ്ങനെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നടന്നുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പം രാജ്കുമാർ ശുക്ല അദ്ദേഹം ഗാന്ധിജിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ചമ്പാരൻ വിസിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അദ്ദേഹം ഗാന്ധിജി ചമ്പാരനിൽ വന്ന് കുറച്ച് നാൾ സ്റ്റേ ചെയ്തു. കുറേ നാൾ മന്തിൽ സ്റ്റേ ചെയ്തു. അങ്ങനെ സത്യാഗ്രഹ മൂവ്മെന്റ് കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാരെ ഫോഴ്സ് ചെയ്തു ആ ഒരു ഇൻഡിഗോ കൾട്ടിവേഷൻ ലോസ് ഒക്കെ റിപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതെന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോളായിരുന്നു ഗാന്ധിജിയുടെ ജീവിതത്തിലും നമ്മൾ ഈ സത്യാഗ്രഹ മൂവ്മെന്റിലൊക്കെ പറയുമ്പോൾ. സോ അതിന് നേതൃത്വം അല്ലെ അതിനൊരു എന്താ പറയാ ഒരു പെർസ്യുവേഷൻ, അതായത് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്ന ആള് രാജ്കുമാർ ശുക്ലയാണ്. അതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ വല്ലഭായ് പട്ടേൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജയപ്രകാശ് നാരായൺ ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. അദ്ദേഹം സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ്. പിന്നെ ടോട്ടൽ റെവല്യൂഷൻ എന്ന വാക്ക് പറഞ്ഞു അദ്ദേഹം. ടോട്ടൽ റെവല്യൂഷൻ. അതുപോലെ മൗലാന മസ്റുൽ ഹഖ്, അതൊരു മുസ്ലിം ലീഡർ ആണ്. ഖിലാഫത്ത് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ് മൗലാന മസ്റുൽ ഹഖ് എന്ന് പറയുന്നത്. വല്ലഭായ് പട്ടേൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യസ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ്, ഹോം മിനിസ്റ്റർ ആണ്. സോ ഇതിന്റെ ആൻസർ രാജ്കുമാർ ശുക്ലയാണ്. Which session of Congress and Muslim League reached an understanding of creating a joint front against the British regime? അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ ഒത്തൊരുമിച്ചത്, ജോയിന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഏത് സെഷനാണ്? INC യുടെ ഏത് സെഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോംബെ, ലക്നൗ, അലഹബാദ്, ഡൽഹി. സോ നമ്മൾ ഓൾറെഡി INC യുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 1907 സൂററ്റ് സ്പ്ലിറ്റിൽ ഇവർ രണ്ടുപേരും രണ്ട് വിഭാഗം ആവുകയാണ്. പിന്നെ അവർ യോജിക്കുന്ന 1916 ലക്നൗ സെഷനിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. സോ 1916 ലക്നൗ സെഷൻ ആണ് ഇതിന്റെ ആൻസർ. Next question. Who among the following devised a policy that came to be known as the Doctrine of Lapse? Doctrine of Lapse എന്ന് പറഞ്ഞ പോളിസി ഡിവൈസ് ചെയ്തത് ലോർഡ് എല്ലൻബെറോക്ക്, ലോർഡ് വില്യം ബെന്റിക്, ലോർഡ് ഡൽഹൌസി, ലോർഡ് ക്യാനി. അപ്പൊ ഡോക്ട്രീൻ ഓഫ് ലാപ്സ് വരുന്നത് 1848 1848 സത്താറ ആണ് ആദ്യം വരുന്ന സ്റ്റേറ്റ്. 1848 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോർഡ് ഡൽഹൌസി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1848 ലോർഡ് ഡൽഹൌസി ആണ് ഡോക്ട്രീൻ ഓഫ് ലാപ്സ് കൊണ്ടുവരുന്നത്. എന്താണ് ഡോക്ട്രീൻ ഓഫ് ലാപ്സിന്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു പ്രിൻസിലി സ്റ്റേറ്റിന്റെ റൂളർ മരിക്കുമ്പോൾ ബ്രിട്ടീഷ് അവർക്കൊരു ലീഗലി അവർക്കൊരു ഹയർ ഇല്ല, ഒരു മെയിൽ ഹയർ ഇല്ല എന്നുണ്ടെങ്കിൽ, അവകാശം ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ക്യാൻ ബി അനക്സ്ഡ് ബൈ എന്താണ്, ബ്രിട്ടീഷുകാർക്ക് അനക്സ് ചെയ്യാം ആ സ്റ്റേറ്റ്. അപ്പൊ അഡോപ്റ്റ് ചെയ്ത സൺസിന് ഒരിക്കലും ഒരു ലീഗൽ ഹെയർ ആവാൻ പറ്റില്ല. ഈ ഒരു പോളിസി അനുസരിച്ച് അഡോപ്റ്റ് ചെയ്ത സൺസിന് ഒരിക്കലും ഒരു അവകാശിയാകാൻ പറ്റില്ല. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ് സത്താറ വരുന്നത്. പിന്നെ ജയ്പൂർ, സാമ്പൽപൂർ, അതുപോലെ ഝാൻസി ഒക്കെ അവർ അനക്സ് ചെയ്ത് എടുക്കുന്നത്. സോ ഈ ഒരു പോളിസി കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ക്യാനി പ്രഭു നമ്മൾ ഓൾറെഡി നോക്കി. വില്യം ബെന്റിക്കും 1829 സതി നിരോധിക്കുന്നത്. വില്യം ബെന്റിക്കാണ് സതി.
സതി abolished. 1828 to 1835 ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം. ചാർട്ടർ ആക്ട് 1833 വരുന്നു. അതുപോലെ തന്നെ സതി അബോളിഷൻ, ഫീമെയിൽ ഇൻഫാന്റിസൈഡ് സപ്രസ് ചെയ്യുക, ഹ്യൂമൻ സാക്രിഫൈസ് ഒക്കെ അദ്ദേഹം അബോളിഷ് ചെയ്യുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ വലിയൊരു സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ എഡ്യൂക്കേഷൻ റിഫോംസിൽ ചേഞ്ചസ് കൊണ്ടുവന്ന വ്യക്തിയാണ് ലോർഡ് വില്യം ബെന്റിക് എന്ന് പറയുന്നത്. അപ്പൊ 1820 സതി അദ്ദേഹം അബോളിഷ് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ CGL 2023 ടയർ 1 ചോദിച്ച പ്രധാനപ്പെട്ട ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഹിസ്റ്ററിയുടെ ഏത് ഭാഗത്തെന്നാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. മിഡീവലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, മോഡേൺ നിന്ന് നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ഒരു കിങ്ഡം, ഒരു ഡൈനാസ്റ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ റൈറ്റിംഗ്സ് ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ കാലഘട്ടത്തിലുള്ള ഡിഫറെന്റ് ആയിട്ട് വന്ന ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ INC മോഡേൺ ഹിസ്റ്ററിയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാൻ. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.